السلام عليكم ورحمة الله. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي السلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابيا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ارتكبت على الخطأ غير حسر وعادت لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الشفاعة هب لنا في القيامة مشفقا واخلنا إن ضاعيا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റബീഇൻ്റെ 1 മുതൽ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും, അല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുത്തുനബിയുടെ മദ്ഹ് കീർത്തനങ്ങളും മജ്‌ലിസുകളും സ്റ്റേജുകളും എല്ലാം നടക്കുകയാണ്. വർണ്ണ ലൈറ്റുകളും തോരണങ്ങളും തർഹീബാത്തുകളും വീടുകളിലും മദ്രസകളിലും പള്ളികളിലും ഈമാനുള്ളവരുടെ ഏരിയകളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് ഒരു മുഅ്മിനായ മനുഷ്യന് അതിന് സമാപനമില്ല. അത് അവൻ്റെ മരണം വരെയാണ്, മരിക്കുമ്പോഴാണ് അതിൻ്റെ സമാപനം. റബീഉൽ അവ്വൽ എല്ലാ വർഷത്തിലുമാണ്. റബീഉൽ അവ്വൽ മാത്രമല്ല നമ്മൾ മുത്തുനബിൻ്റെ മദ്ഹ് പറയാറുള്ളത്. നമ്മുടെ സങ്കടഘട്ടങ്ങളിലും ദുഃഖഘട്ടങ്ങളിലുമെല്ലാം ആ നബിയെ ഓർത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമാധാനിക്കാറുള്ളത്. അതാണ് സത്യവും. ഉമ്മ മരിച്ചാലും ഉപ്പ മരിച്ചാലും നമ്മൾ ഒരുമിച്ച് കൂടി മൗലിദ് ഓതലാണ്. കല്യാണത്തിനായാലും സന്തോഷത്തിനായാലും ബുർദ ചൊല്ലലും മൗലിദ് ചൊല്ലലുമാണ് നമ്മുടെ എല്ലാവരുടെയും പതിവ്. അത് മുൻകാലത്തെ അങ്ങനെയാണ്. മുത്തുനബിയെ പറ്റി പാട്ടുപാടുന്ന മജ്‌ലിസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അതിലൂടെ പഠിച്ചെടുത്തതാണ് ഈ ഉമ്മത്ത്.
അത് മദീന പള്ളിയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു ദിവസമല്ല, അതിനായി ഒരു സ്റ്റേജ് തന്നെ മുത്തുനബി തങ്ങൾ മുത്തുനബിന്റെ മദ്ഹ് പറയുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്തതായി സഹീഹായ ഹദീസ് കാണാം. പലപ്പോഴും നമ്മളത് പറഞ്ഞതാണ്. കാനയല്ലാഹു മിമ്പറൻ, നബി തങ്ങൾ ഒരു മിമ്പർ വെച്ചു കൊടുത്തു എന്നാണ് ഹദീസിൽ കാണുക. നബി തങ്ങൾ പണിയെടുത്ത് ജോലി ചെയ്ത് മിമ്പർ വെച്ചു കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം എന്നത് സത്യമാണ്. അപ്പോൾ നബി തങ്ങൾ കൽപ്പിച്ചതിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ മിമ്പറിൽ നിന്ന് വ്യത്യസ്തമായ ട്യൂണുകളിലൂടെ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും മുത്തുനബിന്റെ മദ്ഹുകൾ ആലപിക്കുമായിരുന്നു. മിമ്പറിന്റെ താഴെയും ആലപിക്കുമായിരുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ എഴുതുന്നു, ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ആശയമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേല് പള്ളിയിലും അല്ലാത്ത സ്ഥലത്തും മദ്ഹിന് വേണ്ടി ഒരുമിച്ച് കൂടൽ സുന്നത്തായ കർമ്മമാണ്. ആ സുന്നത്ത് ഏത് കാലത്ത് ചെയ്താലും ഒരു ബിദ്അത്തും അതിലില്ല, ഹസനത്തായ ബിദ്അത്തും അല്ല, മുത്തുനബി തങ്ങളുടെ സുന്നത്താണത്. അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്ന ചെയ്യിപ്പിച്ച കാര്യമാണിത്. ഇതിനെപ്പറ്റി ബിദ്അത്ത് എന്ന് പറയുന്നത് കുഫ്രിയത്തിലേക്ക് എത്തുമെന്നത് ഉറപ്പാണ്. അത് റബീഉൽ അവ്വലിൽ കുറച്ച് കൂടുതൽ ചെയ്യുന്നു സുന്നികൾ എന്ന് മാത്രം. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, സ്വലാത്ത് ചെല്ലുന്നതിൽ തെറ്റുമില്ല എന്ന് പറയാൻ മുന്നിലുണ്ട്. പക്ഷെ ഒരു ദിവസം പോലും മദ്ഹ് പറഞ്ഞ സംഭവമില്ല. ഏതെങ്കിലും ഒരു വഹാബി പള്ളിയിലോ ജമാഅത്തുകാരന്റെ പള്ളിയിലോ തബ്ലീഗുകാരന്റെ പള്ളിയിലോ എന്നെങ്കിലും ഒരു മൗലിദ് ഓതിയ സംഭവം, വേണ്ട ഒരു മലയാളത്തിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഒരു പാട്ട് പാടിയ, അല്ലെങ്കിൽ നബിയെ സംബന്ധിച്ച് മദ്ഹ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുഅ്ജിസത്തുകൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു സ്വഭാവം ഇന്നേ വരെയില്ല. എന്താ കാരണം? അത് ചെയ്യുന്നത് ഒരു പക്ഷേ റബീഉൽ അവ്വലിലായിരിക്കും. റബീഉൽ അവ്വലിൽ അത് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. റബീഉൽ ആഖിറിലായിരിക്കും. അതെ, റബീഉൽ ആഖിറിലും ചെയ്തിട്ടില്ല. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, ഈ 12 മാസത്തിൽ നബി ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ തലൻ്റെ ഉള്ളിൽ വെച്ചിട്ടാ ചെയ്തത്. ഇത് ഒരു മിമ്പർ വെച്ചിങ്ങാണ്ട് പാട്ട് പാടിയത് എവിടെ വെച്ചിട്ടാടോ? നിന്റെ പള്ളിയിൽ അങ്ങനത്തെ ഒരു വേദിയുണ്ടോ? നിന്റെ പള്ളിയിൽ ഒരു ദിവസമെങ്കിലും മുത്തുനബിന്റെ മദ്ഹ് റബീഉൽ അവ്വൽ വേണ്ട ഏതെങ്കിലും മാസത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിർഭാഗ്യവാന്മാർ എന്നല്ലാതെ പറ്റി നിങ്ങളെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് തന്നെ റബീഉൽ അവ്വൽ 12-ന് തന്നെ ആമിറുൽ അൻസാരിന്റെ വീട്ടിൽ വെച്ച് മൗലിദ് നടത്തിയത് ഇമാം ഇബ്നു ദഹിയ തങ്ങൾ അവിടുത്തെ അത്തൻവീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. സിൽക്കുൽ മുഅല്ലം എന്ന ഗ്രന്ഥത്തിലേക്ക് മഹ്മൂദുൽ മദ്രാസി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖേദമെന്ന് പറയട്ടെ, ദുഃഖമെന്ന് പറയട്ടെ, അത്തൻവീറിന് ഇന്ന് വെളിച്ചം കണ്ടു എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വളരെ ദയനീയ അവസ്ഥയിലാണ് അത്തൻവീർ ഇന്ന് ഇറങ്ങുന്നത്. അതിലെ പ്രധാന ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് അതിലെ ഈ സംഭവങ്ങളൊക്കെ, ഇമാമിങ്ങൾ ഉദ്ധരിച്ച സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കാണാൻ വളരെ ചന്തമുള്ള രൂപത്തിൽ ഇറങ്ങുകയാണ് ഇന്ന് അത്തൻവീറിന്റെ അവസ്ഥ. അത് അത്തൻവീറിൽ മാത്രമല്ല, അയിമ്മത്തിന്റെ കിതാബുകൾ മുഴുവനും അതുപോലെ വികലപ്പെടുത്തിയാണ് ഇറക്കപ്പെടുന്നത്. പഴയ ഉസ്താദുമാരുടെ കിതാബുകൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ദീന് മറ്റൊരു കോലത്തിലായി മാറുമായിരുന്നു. എത്ര 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 സ്ഥലങ്ങളിലാണ് സുബ്ഹാനല്ലാഹ് നഷ്ടം സംഭവിച്ചത്. ആരോട് പറയാൻ? പേക്കൂത്തുകൾ നടത്തി കിതാബുകളിൽ കള്ളക്കളി നടത്തുന്ന പരിപാടി വഹാബികൾക്കും അതുപോലുള്ള ഇസ്ലാമിന്റെ എതിരാളികൾക്കും
അവർ അതിനു വേണ്ടി ജീവിക്കുന്നവരാണ്. ഒരു കിതാബിൽ, നമ്മളൊരു പഴയ കിതാബിലൊരു വിഷയം കണ്ടാൽ ഒരിക്കലും അത് പുതിയ കിതാബ് നോക്കുമ്പോൾ കാണാതെ പോകുന്നു. വളരെ അനുഭവം എനിക്കുണ്ട്. നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റിയ ടൈമല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിന്റെ പേരിൽ തന്നെ ഉള്ള കിതാബുകളിൽ വളരെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിശ്വാസത്തിലൂടെയാണ്, അതിലൂടെ മാത്രമാണ് രക്ഷയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എൻ്റെ വകയല്ല. അവിടുന്ന് എങ്ങനെയാണ് അവിടുത്തെ മനസ്സിലാക്കിയത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ അന്ത്യമുണ്ടാവുക, നമ്മുടെ ആഖിറ വിജയമുണ്ടാവുക. നബി തങ്ങളില്ലാതെ ആർക്കും ഒന്നു ചെയ്യാൻ സാധ്യമല്ല. കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതല്ല. ആർക്കും അത് അഭിപ്രായമില്ല. അടുത്ത കാലത്തെ ചില ബിദഅകൾക്ക് മാത്രമേ അത് അഭിപ്രായമുള്ളൂ. കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന 2 വാക്യങ്ങൾ കൂടിയ അതിനെപ്പറ്റി ഒരു വാക്യം എന്നാണ് പണ്ഡിത ലോക പ്രയോഗമുള്ളത്. കലിമത്തു തൗഹീദ് എന്നാണ്. കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്യം എന്നാണ്. കലിമത്തു തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഒരാള് മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അയിമ്മത്ത് പറയുന്നത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ പറയുമ്പോഴാണ് ഇതുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ മൻകാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ വാക്ക് പറയാതെ മരിച്ചാലും മുഅ്മിനായി തന്നെയാണ് മരിക്കുക. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്നവരുണ്ട്. ബദരീങ്ങൾ അസ്മാവ് ചെല്ലുമ്പോൾ മരിച്ചു വീഴുന്നവരുണ്ട്. ഔലിയാക്കളുടെ പേര് പറയുമ്പോൾ മരിച്ചു വീണവരുണ്ട്. അല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചു വീണവരുണ്ട്. ഖുർആൻ ഓതുമ്പോൾ മരിക്കുന്നവരുണ്ട്. സുജൂദിൽ കിടന്ന് മരിക്കുന്നവരുണ്ട്. സാദാ വർത്താനം പറഞ്ഞ് മരിക്കുന്നവരുണ്ട്. വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് മരിക്കുന്നവരുമുണ്ട്. ഏതായിരുന്നാലും നല്ല വാക്ക് പറഞ്ഞ് മരിച്ചാൽ അത് വലിയ ഗുണം തന്നെയാണ്, അതിൽ സംശയമില്ല. അതൊരു വലിയന്റെ പേരാണെങ്കിൽ അൽഹംദുലില്ലാ, അത് ഏറ്റവും നന്നായി. ബദരീങ്ങളെ പേര് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ നന്നായി. മുത്തുനബിന്റെ പേര് പറയുമ്പോൾ മരിച്ചാൽ നന്നായി. ബാങ്ക് കൊടുക്കുമ്പോൾ മരിച്ചാൽ നന്നായി. ഖുർആൻ ഓതുമ്പോൾ മരിച്ചാൽ നന്നായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ചൊല്ലിക്കൊണ്ട് മരിച്ചാൽ ആ വാക്ക് നിർബന്ധമില്ല ചൊല്ലൽ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ ചൊല്ലൽ നിർബന്ധമുള്ള കേസല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ കടന്നു എന്നതിൽ നിന്ന് പലരും മനസ്സിലാക്കിയത് അങ്ങനെ ചൊല്ലി മരിച്ചാലേ സ്വർഗത്തിൽ കടക്കൂ എന്നാണ്. അത് ഇജ്മാഇന്റെ മുസ്ലിം ലോകത്തിന്റെ ഐക്യ അഭിപ്രായത്തിനോടെതിരാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ കടക്കുമെന്നതിന്റെ അർത്ഥം ഇമാം നവവിയും ഇബ്നു ഹജറുൽ ഹൈതമിയും അയിമ്മത്ത് മുഴുവനും എഴുതിയത് യദ്ഖുലുൽ ജന്നത അയ്മ അസ്സാബിഖീൻ, ദഖലൽ ജന്ന, സ്വർഗത്തിൽ അവൻ കടന്നു, അയ്മ അസ്സാബിഖീൻ, അഥവാ അവന് നരകം തൊടുകയില്ല. ആ ഒരു വലിയ തൗഫീഖുള്ളവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവന്. എന്നല്ലാതെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ മുസ്ലിമായ മനുഷ്യനെന്ന് ഇസ്ലാമിൻ്റെ ഒരു പണ്ഡിതന് പോലും അഭിപ്രായമില്ല. എന്നാൽ ഒരു അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അയാൾ മരിക്കുന്ന ടൈമിലായിരുന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ, മുഹമ്മദ് റസൂലുള്ളാഹ് അതും കൂടെ കൂടണം. നോക്ക് നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് മാത്രം പോരാ, അയാൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി കൂടെ ചെല്ലാൻ വിധി കിട്ടിയില്ലെങ്കിൽ അയാളെ മുസ്ലിമായി നമുക്ക് വിധി പറയാൻ പറ്റുകയില്ല. അയാളെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ടെങ്കിൽ ഒരുപക്ഷെ ആഖിറത്തിൽ അയാൾ വിജയിച്ചേക്കാം. ആഖിറത്തിൽ വിജയിക്കാം എന്നല്ലാതെ കണ്ട് മുസ്ലിം എന്ന പേര് പറയാൻ പറ്റുകയില്ല എന്നതാണ് പണ്ഡിത മതം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിക്കുന്ന പ്രധാന വാക്ക്
അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും വലിയ കലിമത്ത്, ഏറ്റവും വലിയ വാക്ക്. ആ വാക്ക് പറഞ്ഞ് മരിക്കാൻ ഒരാൾക്ക് ആ വാക്ക് പറഞ്ഞിട്ടും ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയുന്നില്ല. മുഹമ്മദ് റസൂലുള്ള പറയാതെ അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല. അയാളെ ഞാൻ പറയുന്നത് ആ മുസ്ലിമിനെ പറ്റിയാണ് കേട്ടോ, മുസ്ലിമീങ്ങളെ പറ്റിയല്ല. മുസ്ലിമീങ്ങൾ എന്ത് ചൊല്ലി മരിച്ചാലും, ഷിർക്കിന്റെ വാക്കല്ലാത്ത ഏത് വാക്ക് പറഞ്ഞ് മരിച്ചാലും, ഒരു വാക്കും പറഞ്ഞില്ലെങ്കിലും കാലങ്ങളോളം ബോധരഹിതനായി മരിച്ചാലും മുഅ്മിനായി മരിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സ്ഥാനത്താണെന്ന് ഇമാം സിന്ദി തങ്ങൾ ബുഖാരിയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ചില മഹാന്മാർ, മഹദിമാർ ഖുർആൻ ഓതി മരിച്ചിട്ടുണ്ട്. എന്നും വീണ്ടും കൊണ്ട് അവർ ഓതി അന്നാമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ റമളാൻ പകലിൽ സുബൈക്ക് ആണ് വഫാത്താകുന്നത്. വൈദിയൻ നൂരത്ത് നോമ്പൊഴിക്കുവാൻ കൽപ്പിത്തെ. വൈദിയൻ നോമ്പൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കുടിക്കണം, ഗുളിക കഴിക്കണം, മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കുകയില്ല, എനിക്ക് നോമ്പോടുകൂടെ മരിക്കണം. നോമ്പോടുകൂടെ മരിക്കാൻ തൗഫീക്ക് കിട്ടിയ എത്രയോ മഹാന്മാര് കഴിഞ്ഞുപോയി. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന അലി തങ്ങളുടെ അനുജൻ അതിൽപ്പെട്ടവരാണ്. പാനിപാത്രം ജാഫറിന്റെ നേർക്ക് നീട്ടി. വെള്ളപ്പാത്രം ജാഫറിന്റെ നേരെ കൊണ്ട് ചെന്നപ്പോൾ അപ്പോൾ പൂമലർ കൈ കൊണ്ട് വേണ്ട എന്ന് കാട്ടി. നഫീസത്തുൽ മിസ്രിയയുടെ അവസ്ഥയിലല്ല, വെട്ടുകൊണ്ടിട്ട് ശരീരത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാഹത്തിന്റെ കൊടുമയിൽ കിടക്കുന്ന സയ്യിദി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തപ്പോൾ അപ്പോൾ പൂമലർ കൈ കൊണ്ട് വേണ്ട എന്ന് കാട്ടി. എനിക്ക് വേണ്ട, എനിക്ക് നോമ്പോടുകൂടെ മരിക്കണം. അതാഗ്രഹിച്ച എത്രയോ മഹാന്മാരുണ്ട്, അത് സഫലമായ എത്രയോ മഹാന്മാരുണ്ട്. കടലിലെ വെള്ളം കൊടുത്താലും ദാഹം തീരാത്ത ഘട്ടമാണ് മരണഘട്ടമെന്ന് അയിമത്ത് എഴുതി വെച്ചത് കാണാം. മഹദിയായ നഫീസത്തുൽ മിസ്രിയ മരിക്കുമ്പോൾ എന്നും വീണ്ടും എനിക്ക് നോമ്പോടുകൂടെ എന്നെ മരിപ്പിക്കണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയില്ല എന്നും വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓതി അന്നാമാനെ. അൻആം സൂറത്ത് മഹദി അവർകൾ ഓതുകയാണ്. ഖുർആൻ ഹാഫിളത്താണ്, എത്രയോ ഹദീസ് ഹാഫിളത്താണ്. ഇമാം ഷാഫിയുടെ ഉസ്താദാണ്. അവർ തമ്മിൽ കണ്ടിട്ടില്ല. എന്നും വീണ്ടും കൊണ്ട് അവർ ഓതി അന്നാമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. ആ മഹത്തായ മാനിദാ സൂറത്ത് എന്ന് പറഞ്ഞാൽ മഹത്തായ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. അതിന് മുമ്പ് അവര് മരിച്ചുപോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അവിടുത്തെ ഖബർ ഷരീഫിന്റെ അരികിൽ പോയവനാണ് ഞാൻ. നിങ്ങൾ പോയി നോക്കൂ, അവിടെ പല അതിശയങ്ങളും കാണുന്ന കൂട്ടത്തിൽ ഒന്ന്, അവിടുത്തെ ഖബർ ഷരീഫിന്റെ മുകളിൽ മഹത്തായ മുസ്ഹഫ് മറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അവസാനമായി ഓതിയ ആയത്ത് കാണാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ആയത്തിന്റെ ആശയം തന്നെ എന്താണ്? അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ ഉദ്ധരിക്കുന്ന ആയത്താണത്. അനാമ സൂറത്ത് രോഗശയ്യയിൽ, അതും മരണ ടൈമിൽ ഓതാൻ കഴിയുക എന്നുള്ളത് ചെറിയ ഭാഗ്യമല്ല. ബഹുമാനപ്പെട്ട മഹദിയദാ ലഹും ദാറുസ്സലാം. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർക്ക് രക്ഷയുടെ ലോകമായ സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ പല പേരാണ് ദാറുസ്സലാം. അവിടെ രക്ഷയല്ലാതെ ഇല്ല.
ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അരികിൽ അവർക്ക് സ്വർഗമുണ്ട്. വഹുവ വലിയുഹും, അല്ലാഹു അവരെ ഏറ്റെടുത്തിരിക്കുന്നു. ബിമാ കാനൂ യഅമലൂൻ, അവരുടെ സൽക്കർമ്മങ്ങൾ കാരണത്താൽ. ഉദിപകലിൽ ഒക്കെയും നൽനോമ്പതും പൂടിത്തെ, ഉറങ്ങിടാതെ രാവിലുണ്ട് തൊഴുതിടും സാദത്തെ. ഉറങ്ങാതെ രാത്രി ഇബാദത്തെടുത്ത മഹതിയാണ്, പകലിലെല്ലാം നോമ്പെടുത്ത മഹതിയാണ്. മതിപരാജ്ഞാനം പലതും ന്യായമാൽ പാടിത്തെ, മാനിയായ ബാക്കിയോനിൽ പ്രിയമാലാടുത്തേ. മതിപരാത്താൽ ആഗ്രഹം തീരാത്ത രൂപത്തിൽ ദാഹിച്ചുകൊണ്ട് ജ്ഞാനം പലതും ന്യായമാൽ തെളിവോടുകൂടെ പഠിച്ചു. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എപ്പോഴും മഹദിയായ നഫീസത്തുൽ മിസ്രിയന്റെ അരികിലേക്ക് ഈജിപ്തിൽ ചെന്ന ശേഷം ബഹുമാനപ്പെട്ടവർ വിവരമറിയിക്കാറുണ്ട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ. ബഹുമാനപ്പെട്ട ഇമാം സബ്ബാൻ തങ്ങൾ അവിടുത്തെ ഇസ്ആഫുർ റാഗിബീനിൽ പറഞ്ഞ സംഭവങ്ങളാണ് മാലയിൽ ഈ പറഞ്ഞത്. ആ കിതാബ് എടുത്ത് നോക്കിയാൽ ഇതെല്ലാം കാണുന്നതാണ്. ഈ ആയത്തവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയിലേക്ക് ആളയക്കും, ശിഷ്യന്മാരെ അയക്കും. എനിക്ക് സുഖല്ല, എനിക്ക് ദുആ ചെയ്യണം. മഹദിയായ നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്യും, ഷാഫി ഇമാമിന് ശിഫ കിട്ടും. ഷാഫി ഇമാമിന്റെ അരികിലേക്ക് നഫീസത്തുൽ മിസ്രിയ രോഗത്തിലാകുമ്പോൾ ആളയക്കും. അപ്പോൾ ഷാഫി ഇമാം ദുആ ചെയ്യും, നഫീസത്തുൽ മിസ്രിയക്ക് ഉത്തരം കിട്ടും, രോഗം ശിഫയാകും. അങ്ങനെ ഇമാം ഷാഫിയും അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. അബൂ ഹനീഫ ഇമാം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. മാലിക് ഇമാം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. സയ്യിദി നഫീസത്തുൽ മിസ്രിയ അല്ലാഹുവിന്റെ വലിയത്താണ്. ആ മഹദിയുടെ അരികിലേക്ക് ഷാഫി ഇമാമിന്റെ തലക്ക് തല്ലുകൊണ്ടതിന് ശേഷം ഒരുത്തൻ വന്നുകൊണ്ട് തച്ചു, ഒലക്ക കൊണ്ട് തലക്ക് തച്ച് തല പൊളിഞ്ഞു പോയി. ആധുനിക ചികിത്സകൾ ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആ രൂപത്തിൽ തലക്ക് അപകടം സംഭവിച്ചു പോയി. ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു. ശിഷ്യനെ പറഞ്ഞയച്ചപ്പോൾ നഫീസത്തുൽ മിസ്രിയ രോഗം ശിഫയാക്കാൻ വേണ്ടി ദുആ ചെയ്തില്ല. നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്തില്ല, മറിച്ച് പറഞ്ഞത് പടച്ചവൻ കനിന്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലിഖാഇനെ ഷാഫി ഇമാമിന് കൊടുക്കട്ടെ. അല്ലാഹു തആല ഷാഫി ഇമാമിന് അല്ലാഹുവിന്റെ ലിഖാ കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ലിഖാ ആണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു പാവങ്ങളായ നമുക്കത് അവരുടെ പിന്നിലായിട്ടെങ്കിലും നൽകുമാറാകട്ടെ. അഹദവന്റെ ലിഖാ അവർക്ക് ചെയ്തിടട്ടണ്ടുത്തേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ ഇമാം ഷാഫിക്ക് അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. എന്തുത്തേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഉത്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അത് ആ വിവരം വന്ന് ഇമാം ഷാഫിയോട് പറഞ്ഞപ്പോൾ ഇമാമിന് ഷാഫി പറഞ്ഞ വാക്കെന്താണ്? ഞാൻ ഒരിക്കലും ഈ രോഗത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഞാൻ മരിച്ചാൽ നഫീസ ബീവിയെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കണം. ഷാഫി മദ്ഹബിൽ പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കാരമില്ല. പുരുഷന്മാരുണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹിയാകുകയുമില്ല. പുരുഷന്മാരുടെ മുമ്പ് പെണ്ണ് മയ്യത്ത് നിസ്കരിച്ചാൽ അത് സ്വഹിയാകുകയില്ല, ഹറാമാണ്. പുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് ആണെങ്കിൽ അവർക്ക് നിർബന്ധമാണ്. അല്ലാതെ ഷാഫി മദ്ഹബിൽ പെണ്ണിന് മയ്യത്ത് നിസ്കാരം ഒറ്റക്കായാലും ജമാഅത്തായാലും ചെയ്യുക സുന്നത്തുള്ള കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതും ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരുടെ ശേഷം ചെയ്യണം. അതും ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരുടെ ശേഷം ചെയ്യണം. അനുവദിക്കപ്പെട്ട കാര്യം മാത്രമാണ്, അത് സുന്നത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാലത്ത് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പെണ്ണ് മയ്യത്ത് നിസ്കരിച്ചത് കാണാൻ സാധ്യമല്ല.
പിന്നെ എന്താണ് ഇമാമുന ഷാഫിയുടെ മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ലാതെ കണ്ട് ഷാഫി ഇമാം അത് പറയാതെ കണ്ട് അത് സുന്നത്തുണ്ടെന്ന് പറയാത്ത ഒരു സംഭവത്തെ ഇമാമുന ഷാഫി പറയാനുള്ള കാരണം എന്താണ്? മഹദിയായ നഫീസ ഉത്തരം കിട്ടിയിരുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യമല്ലേ വിഷയം. അതെങ്കിലും എനിക്ക് ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടി ഞാൻ രക്ഷപ്പെടണമെന്ന ആഗ്രഹമായിരുന്നു ഇമാമുന ഷാഫി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇതെടുത്തിട്ട് സ്ത്രീകളുടെ മയ്യിത്ത് നിസ്കാരത്തിന് തെളിവ് പറയുന്നവരുണ്ട്. അവർക്ക് തലയില്ലാതെ പോയി. ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ അങ്ങനെയില്ല. അങ്ങനെ ഒരു ഫിഖഹിന്റെ കിതാബിലും കാണിക്കാനും സാധ്യമല്ല. ചിലരൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചത് കാണാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ മറുപടി പറഞ്ഞാൽ സദസ്സ് മറ്റൊന്നിലേക്ക് പോകുന്നതാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ അവരുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ അങ്ങനെയില്ല. ഇത് തെളിവാക്കിയെടുത്തുകൊണ്ട് പലരും നമ്മുടെ നാട്ടിലും മറുനാടുകളിലും പലരും തെളിവായി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇമാമിയങ്ങൾ എഴുതി വച്ചത് ഷാഫി മദ്ഹബിലെ കിതാബിൽ ശറഹുൽ ബഹ്ജയിൽ കാണാം. അർറാജിഹു മന്നു സ്വലാത്തിഹിന്ന ലിഅന്നഹു ലാ വജ്ഹ ലിസ്സിഹ്ഹത്തി മഅ ബഖാഇൽ ഫർള്. അർറാജിഹു ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം മന്നു സ്വലാത്തിഹിന്ന സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കൽ പാടില്ല, ഹറാമാണെന്നതാണ്. എങ്ങനെ ഹറാം എന്ന് മന്നിന് കിട്ടുക? അടുത്ത് വരും. മന്നു സ്വലാത്തിഹിന്ന ലിഅന്നഹു ലാ വജ്ഹ ലിസ്സിഹ്ഹത്തി, കാരണം സ്വഹിയാകാൻ ഒരു ചാൻസുമില്ല. നിസ്കാരം സ്വഹിയാകാൻ, മയ്യത്ത് നിസ്കാരം സ്വഹിയാകാൻ ചാൻസ് ഇല്ല. സ്വഹിയല്ലാത്ത അമല് ചെയ്യൽ ഷാഫി മദ്ഹബിൽ ഹറാമാണ്. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിലും ഹറാമാണ്. മറ്റ് ഇമാമിങ്ങളുടെ മദ്ഹബിലും ഹറാമാണ്. അതാണ് മന്നു സ്വലാത്തിഹിന്ന, സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ്. ലിഅന്നഹു ലാ വജ്ഹ ലിസ്സിഹ്ഹത്തി മഅ ബഖാഇൽ ഫർള്, ഫർള് ശേഷിക്കലോടുകൂടെ ഒരിക്കലും തന്നെ അതിന് മുമ്പ് ഒരു സുന്നത്ത് സ്വഹിയാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ സ്ത്രീകൾ പുരുഷന്മാരെ കൂടെ ചെയ്താൽ സ്വഹിയാകും, അതും സുന്നത്തില്ല. പുരുഷന്മാരെ ശേഷം ചെയ്താലും സ്വഹിയാകും, അതും സുന്നത്തില്ല. സുന്നത്തില്ലാത്തൊരു വിഷയത്തിന് വേണ്ടി അതിനുവേണ്ടി ബെമ്പൽ കൊള്ളുന്ന ആളുകളാണ് ഇവിടെയുള്ള വിദാത്തുകാർ. അവർക്കാണെങ്കിലോ ഒരു നിയമവും ഒരു മയ്യത്ത് നിസ്കാരത്തിലില്ല. ഒരു ജമാഅത്തേർത്തി ഒരു മയ്യത്തിന് ഇമാമത്തുനിന്ന് ഒരു നാട്ടിൽ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരും കൂടി വരികയല്ലോ. ആ പറുതട്ട മാതിരി തന്നെ കാലിൽ ഷോക്സുമില്ല, ഒന്നുമില്ല. അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്തുനിന്ന് അങ്ങനെ ഫാത്തി ഓതി കഴിഞ്ഞേക്ക് അല്ലാഹു അക്ബർ എന്ന് റുക്കൂക്ക് പോയി. ഇതുണ്ടായ സംഭവമാണ്. സ്ഥലം എന്നോട് നേരിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. കുടുംബത്തെ ഞങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട്. ഓള് നിസ്കാരത്തിനെ പറ്റി ഓൾക്ക് പിടുത്തില്ല. അല്ലാഹു അക്ബർ എന്ന് റുക്കൂക്ക് പോയി. സുജൂദക്ക് എങ്ങനെ പോകാൻ പഠിച്ചവൻ എന്ത് കാവലെ കാത്തുന്നാവോ ഞാൻ അറിയില്ല. എന്നാൽ മയ്യത്തിൻ്റെ അടുത്ത് കാണ്ട് പോകായിരുന്നു. ചിലപ്പം മയ്യത്താവും ചെയ്യാൻ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഏത് കലിമത്ത് ചൊല്ലി മരിച്ചാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചീത്ത കലിമത്ത് ചൊല്ലി മരിക്കുന്നത് അപകടമാണ്. മഹാന്മാരുടെ പേര് പറഞ്ഞ് മരിച്ചാൽ, ബദരീങ്ങളെ പേര് ചൊല്ലുമ്പോൾ മരിച്ചാൽ, മൗലിദ് ഓതുമ്പോൾ മരിച്ചാൽ, ഖുർആൻ ഓതുമ്പോൾ മരിച്ചാൽ, ഹദീസ് ഓതുമ്പോൾ മരിച്ചാൽ, ഇതിനൊക്കെ ഇമാമിങ്ങളുടെ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഹദീസ് ഓതി മരിച്ച ഇമാമിങ്ങൾ എത്രയാണല്ലോ, ഖുർആൻ ഓതുമ്പോൾ മരിച്ചവർ എത്രയാണല്ലോ. അവർക്കൊന്നും ഈ ഒരു വാഗ്ദാനമില്ല. അവർക്കത് ഇല്ല എന്നല്ല, ഈ വാഗ്ദാനം നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്ത്? ദഖലൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളായാണ് കലിമത്ത് തൗഹീദ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. കലിമത്ത് തൗഹീദ്, തൗഹീദിലേക്ക് വരുന്ന ഒരാൾക്ക് വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയണം. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്, തർക്കമില്ലാത്ത മസ്അലയാണ്. ഇന്ന് അതിലും തർക്കം കൊണ്ടുവന്നിട്ടുണ്ട് വഹാബികൾ. വേറൊരു മതക്കാരായതുകൊണ്ട് നമുക്ക് വല്ലാതെ പറയാനില്ല. പക്ഷേ നമ്മുടെ മതത്തിൻ്റെ എതിരിൽ പറയുമ്പോൾ, അതും നമ്മുടെ ഗ്രന്ഥങ്ങളെടുത്ത് പറയുമ്പോൾ നമുക്ക് വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാതെ ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല.
ആ പറച്ചില് നാവുകൊണ്ടായാൽ പോരാ, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയണമെങ്കിലേ അള്ളാഹുവിൻ്റെ അരികിൽ മുഅ്മിനാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അരികിൽ മുഅ്മിനാവുകയുള്ളൂ. അതല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞത് ബുഖാരിയിൽ കാണാം. ഇദാ ഉളിഅൽ അബ്ദു ഫീ ഖബ്രി, ഒരാളെ ഖബറിൽ വെക്കപ്പെട്ടാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, അവന്റെ ആളുകൾ അയാളെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്താൽ വഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, അവർ തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ കാലൊച്ചകൾ, അവരുടെ ചെരുപ്പിന്റെ ഒച്ചകൾ ആ ഖബറാളി കേൾക്കുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറയട്ടെ, മരിച്ചാൽ ഒന്നും കേൾക്കൂല, ഒന്നും പറയില്ല, ഒന്നിനും കഴിയില്ല എന്ന് പറയുന്ന ആശയത്തെ കടുത്താക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ പതാവാഹകനെന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഇബ്നു ഖയ്യിം അവരുടെ റൂഹിൽ കടുത്താക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പേജൊന്നുമല്ല, 100ഓളം പേജുകൾ ആ വിഷയത്തിന് വേണ്ടി തന്നെ താൻ ചെലവഴിച്ചിട്ടുണ്ട്. മരിച്ചാൽ കേൾക്കുകയില്ല എന്ന വിഷയം പാടേ നിഷേധിച്ചുകൊണ്ട്, മരിച്ചാൽ കേൾക്കുമെന്ന് സമർത്ഥിച്ചുകൊണ്ട് എത്രയോ ഹദീസുകളും ആയത്തുകളും എല്ലാം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കാൻ, അത് നോക്കാൻ പദാവാഹകനായി എന്നല്ലാതെ കണ്ട് അത് പറയാൻ അവർക്കൊഴിവില്ല. തൽഖീനിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അർറൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, മുസ്ലിം ഉമ്മത്ത് എവിടെയുണ്ടോ ഫിൽ അസാരി വൽ അംസാർ ഫി മശാരിഖിൽ അർളി വ മഗാരിബിഹാ, കിഴക്കും പടിഞ്ഞാറും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവിടെ മുഴുവനും തൽഖീൻ നടക്കുന്നു എന്ന് ഇബ്നു ഖയ്യിമിന്റെ അർറൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇല്ലേ സഹോദര? ഇബ്നു ഖയ്യിമിനെ വാനോളം പുകഴ്ത്തി തൊട്ടുമുത്തുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തൽഖീൻ എന്തുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി? ഇബ്നു ഖയ്യിം അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തൽഖീന് തെളിവ് പറഞ്ഞിട്ടില്ലേ? ഇബ്നു തൈമിയ്യ തൽഖീന് തെളിവ് പറഞ്ഞിട്ടില്ലേ? എവിടേക്കാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? തൽഖീനിൽ തർക്കമില്ലാതെ നടന്നു പോകുന്ന കാര്യമാണ്. അതിൻ്റെ ഹദീസ് അതിന് ളുഅഫുണ്ടെങ്കിലും അത് ആ തൽഖീന്റെ കാര്യത്തിൽ തർക്കമില്ല. എന്നാണ് ഇബ്നു ഖയ്യിം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് തൽഖീന് തെളിവ് എന്ന് ചോദിച്ചപ്പോ ഹദീസിലുണ്ട് എന്ന് പറയാതെ അവിടുന്ന് പറഞ്ഞത്, ഫസ്തദല്ല, തെളിവ് പറഞ്ഞത് സ്വഹാബത്തിന്റെ കാലത്തെ ചെയ്തു പോകുന്ന കാര്യമാണ്, അഥവാ ഇജ്മാഅാണ്. ഈ ഇജ്മാഇനെ തർക്കമില്ലാതെ ചെയ്തു പോകുന്നതിൽ ഹദീസിന്റെ അവസ്ഥ എന്തായിരുന്നാലും ശരി, ഇനി ഹദീസ് ലഈഫാണെങ്കിൽ തന്നെ എന്ത് വേണം? ഹദീസ് ലഈഫാണെങ്കിൽ തന്നെ എന്ത് വേണം? ഇമാം തൊബറാനി മുഅ്ജമില്, ഇമാം തൊബറാനി ഔസത്തിലും സഗീറിലും ഉദ്ധരിച്ച ഹദീസ്, യാ അബ്ദല്ലാഹ് ഇബ്നു അമത്തില്ലാഹ് വദ്കുറുൽ അബ്ദ അഹദല്ലദീ ഖറജത അലൈഹി തുടങ്ങിയ ആ പുണ്യ മുത്തുനബിയുടെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ലഈഫായ ഹദീസാണെങ്കിലും ഫളായിലുകളിൽ അമൽ ചെയ്യാമെന്നതിൽ ഇജ്മാഅാണതെന്ന് ഇമാം നവവി തങ്ങൾ അവിടുത്തെ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തൊരു നഷ്ടം, എന്തൊരു കഷ്ടം പറയണ്ട. ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വിദ്വാൻ, ഞാൻ ആളെ പേര് പറഞ്ഞ് സ്റ്റേജും സദസ്സും വൃത്തികേടാക്കുന്നില്ല, അയാള് പറഞ്ഞത് എന്താ? ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് പറ്റിയില്ല. ആരാണ് ഈ തൊബറാനി എന്ന് അയാൾക്കറിയില്ല. അയാള് പറഞ്ഞത് അതൊരു പാള കിതാബാണെന്നാ. അതിനനുസരിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ മറ്റൊരു ശൈലിയിലേക്ക് പോകും. പാള കിതാബ് ഇമാം തൊബറാനിയെ പറ്റി പറഞ്ഞതാണ്. അയിമ്മത്തിൽ ഇമാം തൊബറാനിയെ എതിർത്ത് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണിക്കാൻ നിനക്ക് കഴിയില്ല. ഒരു പണ്ഡിതൻ ഇമാം തൊബറാനിയെ സംബന്ധിച്ച് മോശമായി പറഞ്ഞത് കാണിക്കാൻ കഴിയില്ല. ഇമാം തൊബറാനി എന്ന് പറയുന്നത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് സദൂഖുൻ, ഹിജറ 300 കഴിഞ്ഞു പോയ ഇമാം തൊബറാനി, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ തുർമുദിയുടെ, അബൂദാവൂദിന്റെ, നസായിന്റെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ എത്രയോ വലിയ ഗ്രന്ഥങ്ങൾ ഈ ഉമ്മത്തിന് സമർപ്പിച്ച തൊബറാനി എന്ന് പറയുന്ന തൊബരിയ എന്ന നാട്ടിൽ കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഹാഫിൽ
അൽ ഹാഫിൽ, അൽ ഹുജ്ജ എന്നെല്ലാം മൈമത്ത് അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതനെ സംബന്ധിച്ച്, അവരുടെ കിതാബിനെ സംബന്ധിച്ച് പാള കിതാബ് എന്നാണ് പറഞ്ഞത്. പാള കിതാബ് എന്ന് നീ പറഞ്ഞ വാക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട് ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ ഈ പ്രസംഗിക്കുന്നതും നീ പ്രസംഗിച്ചതുമെല്ലാം റബ്ബിന്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്നറിയാം അതിന്റെ പാള കിതാബിന്റെ കോലം. ഇമാം തൊബറാനിയെ നിനക്കറിയുമോ? മോയ്ജമുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതും അവിടെ നിന്ന് തന്നെയാണ്. അതിനെയും പാള കിതാബ് എന്ന് തന്നെയാണ് ആ മനുഷ്യൻ വന്ന് പറഞ്ഞത്. മോയ്ജമുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം പോലെ ഒരു ഹദീസിന്റെ കിതാബ് ലോകത്ത് രചിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു ദഹിയ തങ്ങൾ പറയുന്നു. ആ 60,000 ഹദീസുള്ള ഒരു കിതാബ്, 60,000 ഹദീസ് എഴുതപ്പെട്ട കിതാബാണ് മോയ്ജമുൽ കബീർ എന്ന കിതാബ്. ഇതെന്റെ വക പറഞ്ഞതല്ല. ഇമാം ഇബ്നു ദഹിയ തങ്ങൾ പറയുന്നു, വഹിയ അഅ്ളമു മസാനീദി ദുനിയാ, ദുനിയാവിൽ നിന്ന് ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ ഹദീസിന്റെ കിതാബ് എന്നാ പറഞ്ഞത്. 60,000 ഹദീസ് പോയിട്ട് 40,000 ഹദീസുള്ള ഒരു ഹദീസിന്റെ കിതാബിന് എനിക്ക് തെളിയിക്കാൻ കഴിയുമോ? അങ്ങനത്തെ ഇമാമിന്റെ കിതാബിനെ സംബന്ധിച്ച് പാള കിതാബ്, പാള കിതാബ്. ഖുർആനിനെ തള്ളിക്കടോ, ആർക്ക് വിഷമമുണ്ട്? നിനക്ക് നഷ്ടമെന്നല്ലാതെ ഈ ഉമ്മത്തിന് എന്ത് നഷ്ടം? പാള കിതാബും ഹദീസിന്റെ കിതാബിനെ പറ്റി പാള കിതാബ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയും അസ്സലാ അശ്ശഫാഅത ഹബിലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഖിലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത, ശഫാഅത്തിന്, റെക്കമെൻഡിന്, അശ്ശഫാഅത്ത് നബി തങ്ങളെ അവിടുത്തെ ശഫാഅത്തിന്, അശ്ശഫാഅത്ത് ഹബുലന ഞങ്ങൾക്ക് തരണം നബിയേ. അശ്ശഫാഅത്ത് ഹബുലന ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നൽകണം നബിയേ. മുഷ്ഫിഖൻ ഞങ്ങളോട് ദയ കാണിച്ചുകൊണ്ട് നൽകണം നബിയേ. വാഹുലന യാ സയ്യിദി ഖൈറൻ നബി, നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ മുത്ത് നബിയെ. അത് നഷ്ടപ്പെട്ടാൽ വല്ലാത്ത നഷ്ടമാണ്. അല്ലാഹു തആല അവിടുത്തെ ശഫാഅത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഈ ശഫാഅത്ത് നമ്മൾ ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര ആരോപണമെന്നറിയോ? ഒന്ന്, കേൾക്കാത്ത നബീനെ വിളിച്ചു എന്നുള്ള. അതൊരു തെറ്റ്. അല്ല, കേൾക്കാത്ത ഒരാളെ വിളിച്ചാൽ എങ്ങനെ ശിർക്കാതെ തമ്പുരാന്? ഒരാൾ ചൂടോട്ടനാണ്, അയാളെ നമ്മൾ കുഞ്ഞാമതേന്ന് വിളിച്ച്, അതുകൊണ്ട് ശിർക്കാണ്ട് വരില്ല. ചൂടോട്ടുമല്ല, കേൾക്കാതിരിക്കൽമല്ല ശിർക്കെടുക്കണ് മണ്ട. കേൾക്കാത്ത ഒരാളെ വിളിച്ചാൽ എങ്ങനെ ശിർക്ക് വരാന്ന്? പൊട്ടത്തരാവുന്നല്ലേ ഉള്ളൂ. ശിർക്ക് വരില്ല എങ്ങനെ? ഒരാൾ കാലുറിഞ്ഞ് എടുക്കുക, അയാളെ വിളിച്ച് ഇവിടെ നിന്ന് സഹായിച്ചാന്ന്, അതാ ശിർക്ക് വന്ന്. കാരണം അയാൾ കാലുറിഞ്ഞ് എടുക്കുക. സഹായിക്കാൻ കഴിയാത്ത ആളെ വിളിച്ചത് കൊണ്ട് എങ്ങനെ ശിർക്ക് വരാനാണ് മണ്ടത്തരം പറയുന്നത്? എവിടുന്ന് കിട്ടിയതാണ് ഈ ശിർക്ക്? അതിൻ്റെ ഈ കിർക്കുണ്ടല്ലോ, ഈ കിർക്ക് കൊണ്ട് ദീൻ തന്നെ ഇവിടുന്ന് തകർന്നു പോയിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ നിന്ന് 90% ഇത്തരം വിഷയങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം ഇത്തരം വിശ്വാസങ്ങളെ കൊണ്ട് നിറക്കപ്പെടേണ്ടതാണ്. ഏത് രേഖ എടുത്തു നോക്കിയാലും കാണാവുന്നതാണ്. കേൾക്കാത്ത നബീനെ വിളിച്ചോലോ. കേൾക്കാത്ത നബി എന്ന് റസൂലുള്ളാഹിനെ പറഞ്ഞാൽ അവൻ അപ്പ ഇസ്ലാം എന്ന് പുറത്താണ്. കാണാത്ത നബി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. പക്ഷേ പുറത്താകണമെങ്കിൽ ആദ്യം അകത്താകണമെന്നൊരു നിബന്ധനയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്താന്ന് പറയുന്നില്ല. അകത്തുള്ളവനല്ലേ പുറത്തു പോവുക, അകത്തായാലല്ലേ പുറത്താകുക. താടിയും വെച്ച് തലയെക്കെട്ടും കെട്ടിയത് കൊണ്ടായില്ല, കുപ്പായിട്ടത് കൊണ്ടായില്ല. ഈമാന് വേണം, കൽബിന്റെ ഉള്ളിൽ മുത്തുനബിയോട് വിശ്വാസം വേണം. ആ നബിയെ വിളിച്ചു എന്നത്, ശഫാഅത്ത് ചോദിച്ചു എന്നത്, ശഫാഅത്ത് മനുഷ്യ കഴിവിന് അതീതമല്ല, അതീതമാണ്. അതീതമായത് ചോദിച്ചാൽ ശിർക്ക് വരുന്നതാണ്. അതീതമായത് ചോദിച്ചത് നബി തങ്ങളുടെ മുമ്പിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്തേ? റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ കൂടാൻ
തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അസ്അലുക നബിയെ തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക തങ്ങളെ കൂടെ നിൽക്കാൻ, ഫിൽ ജന്ന സ്വർഗത്തിൽ. അതിന്റെ ചുരുങ്ങിയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെനിക്ക് അധീനമല്ല, അത് ചോദിച്ചത് ശിർക്കായി പോയി, തൗഹീദിന്റെ കലിമത്ത് ചൊല്ലുക, ഷഹാദത്ത് കലിമത്ത് ചൊല്ലുക എന്ന് പറഞ്ഞോ എന്നല്ല നബി തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലല്ലേ സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഏറ്റെടുക്കുകയല്ലേ ചെയ്തത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബിയായ സവാദ് ബിൻ ഹാരിബ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, നീണ്ട 9ഓളം വരികളുള്ള ആ ഖസീദ വായിച്ചാൽ അറിയാം. എന്താണ് പറഞ്ഞത്? ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. ഇതല്ലേ ഹബീബേ ഞങ്ങൾ മൗലിദിൽ പറയുന്നത്. ഫകുല്ലി നബിയെ തങ്ങളാവണം എനിക്ക് ഷഫീഅൻ ശുപാർശ ചെയ്യണം, ഷഫാഅത്ത് ചെയ്യണം. നബിയെ തങ്ങൾ എനിക്ക് ഷഫാഅത്ത് ചെയ്യണം. ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ദൂ ശഫാഅത്തിൻ ബിമുഗ്നിൻ ഫതീലൻ. അല്പം പോലും ഒരു കാരക്കുരുവിന്റെ ഇടയിലുള്ള ഈളിന്റെ വലുപ്പത്തിൽ പോലും ഒരു ചെറിയ നിലക്ക് പോലും എനിക്കാരും സഹായിക്കാനില്ലാത്ത ദിവസം. ശിർക്കിന്റെ കൊട്ടുകയാണ് സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിൽ. ആരും സഹായിക്കാനില്ലാത്ത ദിവസം. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലല്ലേ സഹായിക്കാൻ, അല്ലല്ലേ. എന്നിട്ട് പറഞ്ഞ എന്താ? മുബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. സവാദ് ബിൻ ഖാരിബിനെ തൊട്ട് ഒന്നും ഐശ്വര്യമാക്കാത്ത, ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത ദിവസത്തിൽ എനിക്ക് തങ്ങൾ ശഫാഅത്ത് തരണം നബിയേ. അല്ലോ അങ്ങനെ ചോദിക്കാൻ പാടില്ല മോനെ, എന്നോടത് പറയാൻ പാടില്ല. അത് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്തത് മുഅ്ജമുൽ കബീർ, മഹാനായ ഇമാം തൊബറാനി മുഅ്ജമുൽ കബീർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കവിത തന്നെ. മുഅ്ജമുൽ കബീർ 60,000 ഹദീസിന്റെ കിതാബാണെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ മയന എന്താണ്? സഹോദരങ്ങളെ, അല്ലാഹു തആല ഇത്തരം വാക്കുകൾ, ഇത്തരം അപകടങ്ങൾ പറയുന്നവരുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെയും ഈ സമൂഹത്തെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് തുടക്കത്തിൽ ബാവ പറഞ്ഞത്, ഈ നാട് ബിദഅത്തിന്റെ കയ്യിൽ ഒതുങ്ങാൻ പോകുന്ന ടൈമിൽ ഈ സുന്നി സെന്റർ ഇവിടെ വളർന്നപ്പോൾ അവരെ 100% തടയിടാൻ നമുക്ക് കഴിഞ്ഞു. ഇന്നുള്ള റാലിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇവിടെയുള്ള നല്ലവരായ മക്കളെ കൊണ്ട് നടന്ന ഈ സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ച് നിൽക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരെ ഇവിടെ വളർത്തിയെടുക്കാൻ ഈ സുന്നി സെന്ററിന് കഴിഞ്ഞു. നിന്റെ വിദ്യാത്തിൽ പെട്ടുപോയി ഈമാൻ തെറ്റി ചത്തുപോകുന്നതിനെ തൊട്ട് സംരക്ഷിക്കാൻ ഈ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. ഇതിന്റെ തുടക്കം മുതൽ ഇതിന് സഹായിച്ചവർക്ക് അല്ലാഹു എല്ലാ മഗ്ഫിറത്തും കൊടുക്കട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അവിടുത്തെ പേര്, അവിടുത്തെ തൗഹീദിന്റെ ഒരു ഭാഗമാണ് അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഇദാ ഉളിയ ഫിൽ ഖബരി, ഒരു മനുഷ്യനെ ഖബറിൽ വെക്കപ്പെട്ടാൽ, അതായിരുന്നു ഞാൻ ഓതിയ ഹദീസ്. അപ്പോൾ ലയസ്മഉ ഖർഅനി ആലിഹിം, അവരുടെ കാലിന്റെ ചെരുപ്പച്ച കേൾക്കുന്നു. മൂടുകല്ല് വെച്ച് മണ്ണിട്ടിട്ട് ബുഖാരിന്റെ റിപ്പോർട്ടിൽ പുറത്തു കൂടെ പോകുന്നവന്റെ കാലിന്റെ ചെരുപ്പച്ച കേൾക്കും. ഈ കാലിന്റെ ചെരുപ്പച്ച കേൾക്കുമെന്ന ഒരു ഹെഡിങ് തന്നെ പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഹെഡിങ് ഇട്ടിട്ടുണ്ട്. ഒരു ഹെഡിങ് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു മയ്യിത്ത് ഒരു ഖബറിൽ വെക്കപ്പെട്ടാൽ കാലിന്റെ ചെരുപ്പച്ച കേൾക്കും, തിരിച്ചു പോകുന്നവരുടെ ചെരുപ്പച്ച കേൾക്കും. അത് പറഞ്ഞപ്പോൾ വഹാബി നിഷേധിക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ റസൂൽ വഇന്നഹു ലയസ്മഉ, അറബിയിൽ ആണയിട്ട് പറഞ്ഞ് 2 ആണയിട്ട വാക്കുകൾ അതിലുണ്ട് ബാഹ്യത്തിൽ. ഒന്ന് ഇന്നഹു, തീർച്ചയായും. ഒരു യാസിർ പറഞ്ഞിട്ടും കാര്യമില്ല എന്നർത്ഥം. ഒരു സിർ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു കൊമ്പം പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു മദനി പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു സുല്ലമി വിട്ടിട്ടും കാര്യമില്ല.
ഇന്നഹു തീർച്ചയായും അങ്ങനെ തന്നെയാണ്, ലയസ്മഉ കേൾക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, കേൾക്കുക തന്നെ ചെയ്യും. യസ്മഉ ഖർഅനി ആലിഹിം. അപ്പോൾ അതാഹു മലക്കാനി മലക്കാനി രണ്ട് മലക്കുകൾ അയാളുടെ അരികിൽ വരും. ആ മലക്കുകൾ വന്നിട്ട് ഫയുഖിദാനിഹി, ആ മനുഷ്യനെ ആ മലക്കുകള് എഴുന്നേറ്റിരുത്തും. എത്ര ഗുഡുസായ ഉള്ളിൽ വെച്ച് ഖബറിന്റെ ഉള്ളിലാക്കിയാലും ആ ഖബർ വിശാലമാക്കി അതിന് സൗകര്യമായ രൂപത്തിൽ അത് ചെയ്യാൻ അള്ളാഹുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോടാണ് എൻ്റെ ചർച്ച. ഇത് ഞാൻ ട്രോളാന്ന് കണ്ട, ഇത് എന്നോട് പറഞ്ഞിട്ടില്ല ഷെയ്ത്താനെ, എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് ഈ വാക്കും പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങളായ ആളുകളോടാണ് പറഞ്ഞത്. ഇസ്ലാം ഉൾക്കൊണ്ട മുസ്ലിമീങ്ങളോടാണ് മുസ്ലിമീങ്ങളുടെ സംസാരമുള്ളത്. അല്ലാത്തത് നിന്നോടൊത്തത് പറയുമ്പോൾ നിനക്ക് കേൾക്കാം, ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറയാം. നീ മുത്തുനബി അംഗീകരിക്കുമോ? നീ അള്ളാൻ അംഗീകരിക്കുമോ? നിനക്ക് വേണ്ടി ഒരു ഒത്ത പ്രസംഗം എന്നിൽ നിന്ന് കിട്ടുകയില്ല. അതിന് വേറെ ആളെ നോക്ക്. ഇത് ഈ മുസ്ലിമീങ്ങളോടും ഈമാനുള്ളവരോടും ഏക ഇലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോടും മുഹമ്മദ് നബിയിലും വിശ്വസിക്കുന്ന ആളുകളോട് മാത്രമാണ് ഈ പറയുന്നത്. അവരെ പേടിച്ചിട്ട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് വേറെ ആളെ നോക്കിനി. ഇനി അങ്ങനെ എടുത്തിട്ട് അങ്ങനെയാണ് കൊങ്ങനെയാണെന്ന് പറഞ്ഞ് കബറ് കൊള്ളൂലേ? അന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങായേ, എന്നോട് പറഞ്ഞിട്ടില്ല. മുമ്പ് തവള പറഞ്ഞാലോ കിണറിന്റെ വലുപ്പത്തിലാണ് ആകാശമുള്ളത് എന്ന്. ഏത് കാലത്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഹദീസ് ഉദ്ധരിച്ചതല്ല. അപ്പൊ എന്താ, അയാൾ തവളന്റെ ആ കിണറിന്റെ അടിയിലാണല്ലോ, അതിന് മുകളിൽ നോക്കിയപ്പോ ഒരു പപ്പടം പോലെ ഒരു വലുപ്പമാണ് കാണുന്നത്, അത്രേ ഉള്ളൂ. ഇങ്ങനെ കണ്ണൊട്ടന്മാര് കേറിങ്ങാണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വരും. അത് പേടിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുക. അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. മുസ്ലിമീങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത്? അള്ളാഹു ഉണ്ട്, അള്ളാഹു തടിയല്ല. വഹാബികൾ പറയും തടിയാണ്. ഇബ്നു തൈമിയ പറയും തടിയല്ലെങ്കിലും അംഗങ്ങളുണ്ട് ഇബ്നു തൈമിയ. അത് എങ്ങനെയാണ് അതിന്റെ കോലം അള്ളാഹ് കണ്ട പാട്? അത് നമുക്ക് വേറൊരു ചർച്ചക്കിടേണ്ടതാണ്. അത് ദർസിൽ നടക്കേണ്ട ഒരു പഠനമാണ്. ഏതായിരുന്നാലും അങ്ങനെ പല അള്ളാഹു ഉണ്ട്, മുഹമ്മദ് നബി സത്യമാണ്, വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന നംല് ഉറുമ്പ് സംസാരിച്ചത് പറഞ്ഞ ഖുർആൻ, പക്ഷി കത്തുമായി വന്ന് പറഞ്ഞ ഖുർആൻ, തൗഹീദിന്റെ വാക്ക് പക്ഷി വന്ന് പറഞ്ഞ ഖുർആൻ, അങ്ങനെയുള്ള നിന്റെ തലയിൽ കൊള്ളാത്ത എന്നാൽ ഏത് ബുദ്ധിക്കും ഒരു തടസ്സവും ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മനുഷ്യനെ എഴുന്നേറ്റിരുത്തും. എങ്ങനെ എഴുന്നേറ്റിരുത്തും? അത് എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്നെയും ഏൽപ്പിച്ചിട്ടില്ല. സ്വാദിഖുൽ മസ്തൂഖ്, സത്യമല്ലാതെ പറയാത്ത, വഹി കൊണ്ടല്ലാതെ സംസാരിക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മനുഷ്യനെ എഴുന്നേറ്റിരിപ്പിച്ചിട്ട് അയാളോട് ചോദിക്കുന്നതാണ്, മാദാ തഖൂലു ഫീ ഹാദർ റജുലി ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെ സംബന്ധിച്ച് നിനക്കെന്ത് പറയാനുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിയിട്ട് ഇവരെ പറ്റി നിനക്ക് എന്ത് പറയാനുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദത് നമ്മൾക്ക് അല്ലാഹു തആല നൽകട്ടെ. നമ്മുടെ നബിദിന പരിപാടികളും മദ്ഹുകളും എല്ലാം അതിന് കാരണമാക്കി തരുമാറാകട്ടെ. ഫയഖൂലുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാഹ്. യഖൂലു അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു അല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മകനല്ല, അള്ളാഹുവിന്റെ അടിമയാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിച്ച പോലെ, ഈസ നബിയെ പറ്റി മകൻ എന്ന് പറഞ്ഞ പോലെ, ഒരാരാധനക്കർഹനായ ആളല്ല, മകനല്ല. അങ്ങനെയുള്ള ഈ ഉലൂഹിയത്തില്ലാത്ത റസൂലു, അള്ളാഹുവിന്റെ റസൂലാകുന്നു അവിടുന്ന് എന്ന് പറയും. ഇത് പറയുമ്പോൾ അവർ ആ മലക്കുകൾ രണ്ടുപേരും അവരോട് പറയുന്നു, നോക്കുക നീ നരകത്തിനെ കാണിക്കപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, നോക്കുക നീ സ്വർഗത്തിലേക്ക്, ആ നരകത്തിലായിരിക്കും നീ കടക്കേണ്ടത് ഈ വാക്ക് നീ പറഞ്ഞിട്ടില്ലെങ്കിൽ.
അതിന് പകരമായി അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻ, അതിനേക്കാൾ നല്ലതായ ലോകത്തിനെ നിനക്കല്ലാഹു പകരമായി തരും. അതിനാണ് സ്വർഗം കാണിച്ചു കൊടുക്കും, സ്വർഗവും നരകവും കാണിച്ചു കൊടുക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ അവന്റെ മഹദ് ഫദൽ കൊണ്ട് പെടുത്തി തരുമാറാകട്ടെ. അമ്മൽ മുനാഫിഖു വൽ കാഫിർ, എന്നാൽ മുത്തുനബിയെ നിഷേധിച്ച ആളുകൾ, കപടന്മാരായ മുസ്ലിം വേഷധാരികളും അതെല്ലാം പരസ്യമായി നിഷേധിച്ച കാഫിറും, ആ രണ്ടു മനുഷ്യന്മാരും അവര് പറയും, ഫയഖൂലു, അവര് പറയും, ഖുൽതു റഅയ്തുന്നാസ യഖൂലൂൻ ഫഖുൽതു, ആളുകൾ ഇങ്ങനെ മുഹമ്മദ് നബി അങ്ങനെയാണല്ലോ പറയല്, മുഹമ്മദ് നബി ഇങ്ങനെ ഏതോ നാട്ടിലുള്ള ഏതോ ഒരാളെ പറ്റി പറഞ്ഞ മാതിരിയാ പറയല്, സ്വന്തം ബാപ്പാനെ പറ്റി പറഞ്ഞാലും പറയില്ല. എടോ, ഒരു വരിയെങ്കിലും മുത്തുനബിയെ സംബന്ധിച്ച് പാടാൻ കഴിഞ്ഞടോ നിനക്ക്? ജീവൻ പോണ മുമ്പ് കഴിഞ്ഞോ? വകൈനാതൂല അയ്യാമി അലാദിൽ ജാഹി മിക്റാമി അലാ പീവി അബീ ലൈല കരീമിൽ ഖൗമി ഖദ്ദാമി സ്വലാത്തുല്ലാഹി ജല്ല. ഫിസ്ദിഖി കാനാബാ ബക്കരി വഹൈദർ ഫി ഷജാഅത്തിൻ വഗദാ ഫിൽ വഅദി ലുഖ്മാന മൗലായ സ്വല്ലി വസല്ലി. എന്തേ ആരെ മൗലിദാപ്പി ചെല്ലിയെന്നറിയോ? ഒന്ന് PV അബീ ലൈലന്റെ മൗലിദും ഒന്ന് KM മൗലവിന്റെ മൗലിദും. സ്വലാത്തു മുത്തസ്ലിം ട്യൂണിലൊന്നും, പിന്നെ ആദ്യത്തെ ഏതിന്റെ ട്യൂണാ? സ്വലാത്തുല്ലാ സലാമുല്ലാ അല്ലേ? 2 ട്യൂണില്. അത് ഏത് KM മൗലവിന്റെ ചെല്ലാം. എന്താ KM മൗലവിന്റെ മഹത്വം? ഫിസ്ദിഖി കാന അബൂബക്കർ. ഞാൻ ചുരുക്കി പാടിയതാട്ടോ, എനിക്ക് കുറച്ചൊക്കെ അത് പഠിച്ചിട്ടുണ്ട് ഞാൻ. ഫിസ്ദിഖി കാന അബൂബക്കർ, സത്യത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു KM മൗലവി. സുബ്ഹാനല്ലാഹ്, ഹബീബെ പൊരുത്തപ്പെടാൻ, അള്ളാഹ് പൊരുത്തപ്പെടാൻ എത്ര പണിയുണ്ട് ഇങ്ങനത്തെ വർത്താനത്തിനൊക്കെ. KM മൗലവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനത്താണ്. എന്തില്? ഒരു മനുഷ്യനാന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് അതിനെ പറയാൻ തെറ്റില്ല എന്ന് തോന്നുന്നുണ്ട്, കോലത്തിലൊരു മനുഷ്യനല്ലേ എന്നലക്ക്. എന്നാൽ സത്യത്തിന്റെ വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ഖിൽ ഏറ്റവും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉയർന്ന ആൾ. ആ മർത്തബയിലാണ് മൂപ്പര്. ഹൈദർ അലി റളിയല്ലാഹു അൻഹുവിനെ മാതിരിയാണ്. ഫി ഷജാഅത്തിൻ, ധീരതയിൽ. എന്ത് ധീരതയാണോ! അലി ബിൻ അബി ത്വാലിബല്ലേ, ഭയങ്കരനല്ലേ! എന്തൊരു ധീരനായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹജ്ജാജ് ബിൻ മുൻദിറിനെ ഖൈബറിൽ നിന്ന് മുറഹിബ് രാജാവ് നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വിട്ടിട്ട് തിരിച്ചോടുന്ന ടൈമിൽ, കൊല്ലാൻ വന്നിട്ട് തിരിച്ചോടുന്ന ടൈമിൽ അവനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥ നമ്മൾ അരീക്കാട് മൊല്ലാക്ക അവിടുത്തെ കിസ്സപ്പാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്, കിതാബിലുള്ളതാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് മുമ്പ് കുറച്ചാളുകളോട് പറഞ്ഞു, ഓനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓനക്ക് മനസ്സിലായി എന്നെപ്പോ അറക്കാൻ വരികയാണെന്ന്. ഓൻ വണ്ടിയില്ല, ലോകമണ്ടലും വണ്ടി, ജീവനോടെ മണ്ടെന്ന് പറഞ്ഞാൽ അത്ര ശക്തിയുള്ള ഓട്ടം വേറെ ഉണ്ടാവില്ല. ഒപ്പം ഓടുന്ന എനിക്ക് ജീവനോടെ മണ്ടല്ല, ജീവന്റെ കൂടെ മണ്ടാണ്. അതുകൊണ്ട് അത്ര ശക്തി കുറഞ്ഞു കണ്ടുണ്ടാകുക. അതുകൊണ്ട് ഒപ്പം പിടിക്കാൻ കഴിയില്ല, ജീവനേറ്റ് മണ്ടാണല്ലോ. നാളെ ആരോ ഒരാള് കാല് മുറിഞ്ഞിട്ട് ബാപ്പാനെ കയ്യോ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും, ബെഡുമ്മ കൊടുന്നേക്കും. അങ്ങനെ ഹോസ്പിറ്റലിന്റെ 3-ാം തട്ടിന്റെ മുകളിൽ ബാപ്പാനെ ഈ ഇങ്ങനെ നോക്കി കൊണ്ടടക്കുന്ന അടിയിൽ മോൻ പറഞ്ഞാൽ ആ ബാപ്പ ഞാനൊരു ചായ അടിച്ചേറ്റാ, ആ ചായ അടിച്ചാൻ പോയിക്കോ പറഞ്ഞു. ചായ അടിച്ചാൻ പോയക്ക് ഹോസ്പിറ്റലിൽ കത്തിപ്പോയി. ഏത് നാട്ടിലാണെന്നറിയില്ല, കറാമത്തായി പറഞ്ഞതും അല്ലട്ടെ, ഞാനും ഞൈമ കൂടണ്ട. അങ്ങനെ കത്തിപ്പോയപ്പോ പടച്ചോനെ എൻ്റെ വാപ്പുണ്ടല്ലോ 3-ാമത്തെ തട്ടില്, ബാത്റൂമിൽ പോകണമെങ്കിൽ എൻ്റെ വാപ്പാനെ ഞാൻ പൊക്കണല്ലോ എന്ന്. ആ നേരത്ത്
ഇയാൾ മണ്ടിങ്ങട്ട് വരികയെന്ന് പറഞ്ഞു ഈ പുകൻ്റെ അടിക്ക്. അപ്പം മോനെ ബാപ്പ റോട്ടുമെത്തിക്കണ്. ബാപ്പ പറഞ്ഞാൽ മോനെ ഇജ്ജതിൽ പെട്ടോന്നുള്ളവർക്ക് ഞാൻ ബേജാറായി കണ്ട് ചാടി വണ്ടി വന്നതാണെന്ന്. കാല് മുറിഞ്ഞ ബാപ്പ ബാത്റൂമിൽ പോവാണെങ്കിൽ കാല് പൊന്തിച്ചാൻ വയ്യായിട്ട് മോനാ കൊണ്ടുപോയാൽ. അങ്ങനെയുണ്ട് ജീവനോടെ മണ്ട എന്നിട്ടൊരു മണ്ടലുണ്ട്. അപ്പോൾ കാലും വേദന ആവില്ല, മുറിയുണ്ടാവില്ല, പൊട്ടലും ഉണ്ടാവില്ല, മുറിച്ചിലും ഉണ്ടാവില്ല, എന്തും ഉണ്ടാവില്ല. അവർ പോരലിങ്ങോട്ട് പോരും. പിന്നെ ഒക്കെ കാര്യങ്ങൾ എന്നറിയും. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഇയാൾ പെട്ടു നജ്ജാശി. നെഞ്ചാകത്തേറവേ അഞ്ജലിനാലാവൻ കഞ്ചർ വീളുന്തിടലായി നിത്തിയോം എന്നെ ഈരത്തിയിടുമെണ്ട് നിനത്തുടന് മണ്ടിയിടലായി. നെഞ്ചകത്തേറവേ അഞ്ജലിനാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ അഞ്ചല് കുടുങ്ങിയ ബേജാറ് കുടുങ്ങിയ ആള് ഹഞ്ചർ കടാര വിളുന്തിടലായി അതുകൊണ്ട് കൈനാട് വീണുപോയി. നിത്തിയോം എന്നെ ഈരത്തിയിടുമെണ്ട് നിനത്തുടൻ മണ്ടിയിടലായി. എന്നെ ഇരത്തിടും, എന്നെ കൊന്നിടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ മണ്ടി. അങ്ങനെ മണ്ടിയപ്പോൾ സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞ് അയാളെ പിടിച്ചോടുന്നാണ്. അയാളെ കൊല്ലാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ പിടിച്ചോടുന്നാളിന്ന് പറയണ്ട, അയാളെ പോയി കൊല്ലിന്ന് പറഞ്ഞാൽ പോരെ. എളുപ്പമാണ് കൊല്ലാൻ, ഒരു പ്രശ്നവും അവർക്ക്. അവർ ചെന്ന് നോക്കുമ്പോൾ ഇയാള് മണ്ട തന്നെ, ലോക മണ്ടല്, ജീവനേറ്റുള്ള മണ്ടലിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ നിർവചനം മറക്കണ്ട. അങ്ങനെ അയാൾ മണ്ടിയിട്ട് കൊല്ലാൻ എളുപ്പമുണ്ട്, വെട്ടിയാൽ മതിയല്ല. നബി തങ്ങൾ കൊല്ലാൻ ഒരാളെ കൊല്ലാൻ പറയല് കുറവാണ്, 99% പറയില്ല. പിന്നെ വീരപ്പനെ കൊന്ന ഇന്ത്യ രാജ്യത്തിനക്ക് അങ്ങനത്തെ വരെ കൊല്ലപ്പെടേണ്ടതാണെന്ന് ഇത് ഉറപ്പാണ്. കൊല്ലലിന് എല്ലാവരും എതിരൊന്നുമില്ല, ആരും ഒരു രാഷ്ട്രം എതിരില്ല കൊല്ലലിന്. കൊല്ലേണ്ടവനെ കൊല്ലേണ്ടതാണ് എന്നല്ലാതെ മനുഷ്യനെ കൊല്ലുന്ന സ്വഭാവം ഇസ്ലാമിനില്ല. മനുഷ്യനെ കൊല്ലുന്ന സ്വഭാവം ഇസ്ലാമിലില്ല. അങ്ങനെയാണെങ്കിൽ 70ഓളം തടവുകാരെ കൊണ്ടുപോയിട്ട് ആ തടവുകാർക്ക് അന്നത്തെ രാത്രിയിലെയും മറ്റ് അടുത്ത ദിവസത്തിലെയും ഭക്ഷണം കൊടുത്ത്, അവർക്ക് വസ്ത്രം കൊടുത്ത്, അവർക്ക് ഉറങ്ങാൻ സൗകര്യം കൊടുത്തിട്ട് അവരെ വെറുതെ വിട്ട ഇസ്ലാമിനാണോ? അവരെ നുറുക്കി കൊന്നാലും ഒരു ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത കാലത്ത് 70 കിങ്കരന്മാരെ വിട്ടയച്ച ഇസ്ലാം ഒരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. അത് യുദ്ധം കൊല്ലലുമല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. യുദ്ധം കൊല്ലലല്ല, അറബിയിൽ തന്നെ കാത്തലാന്ന, കൊന്നുള്ളിനെ കാത്തലാന്നാ പറയാ. അറബി വാക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. യുദ്ധം ഒരിക്കലും കൊല്ലലല്ല, കീഴ്പ്പെടുത്തൽ മാത്രമാണ്. അതും ആ യുദ്ധത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വർഷത്തോളം 13 വർഷത്തോളം കഷ്ടത സഹിച്ചതിന്റെ ശേഷമാണ് അല്പം സമ്മതം അവിടത്തേക്ക് കിട്ടിയത്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ആ മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, അയാളെ പിടിച്ചോണ്ടിരാന്നാ പറഞ്ഞ്. അവര് വന്നിട്ട് പറഞ്ഞു അയാൾ എവിടുക്കോ പോയിക്കണ്. അപ്പോ ബഹുമാനപ്പെട്ട അലി തങ്ങളോട് പറഞ്ഞു അനക്ക് ഒന്ന് പിടിച്ചോണ്ടിരാൻ കഴിയുമോന്ന് ചോദിച്ചു. അനക്കൊന്ന് പിടിച്ചോണ്ടിരാൻ കഴിയുമോന്ന്. അപ്പോ പോയി നോക്കട്ടെ നബി എന്ന് പറഞ്ഞിട്ട് ദുൽദുലെടുത്തിട്ട് ഹൈ സ്പീഡിൽ മുമ്പരാണ്ട് വിട്ട്. അപ്പം മറ്റേ ആൾ അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ആരുമില്ല. അപ്പം അങ്ങനെ അയമാക്ക കോടതിക്ക് പോയ മാതിരി അങ്ങനെ പോയി. അപ്പോത്തിന് കോടതി പൂട്ടി നിർത്തല്. ഏതായിരുന്നാലും അവിടെ ഇവന് കണ്ടേക്ക് ഓടാൻ തുടങ്ങി. ഓൻ്റെ ഒപ്പം എത്തി വണ്ടി വെച്ച്. കുതിരയാണ് വണ്ടി, അന്നത്തെ വണ്ടി അതാണല്ലോ. കുതിര കൊണ്ട് അലി റളിയല്ലാഹുവിനും മറ്റൊന്ന് കുതിര കൊണ്ട് കുതിരയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ട് രണ്ടാളും ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ അലി റളിയല്ലാഹുവിന് കുടുങ്ങി. ഇവൻ ജീവനേറ്റ് ഓടല്ലേ, അലി റളിയല്ലാഹുവിന് ജീവന്റെ ഒപ്പം ഓടല്ലേ. അങ്ങനെ ഇങ്ങോട്ട് അടുത്തെത്തിയിട്ട് ഇവന് ശരിയാകാതായപ്പോ ആയേ സമയത്തിൽ ചീയമോരച്ചയിൽ കായം വീളുന്തവൻ താൻ ലങ്കി ബീലങ്ങൾ കുതുങ്ങി നിന്താൻ ആയത്തൂടെ പടനായകനക്ഷണ മായവനെ പിടിയാം ആദിത്താതിർവാഹുമൂതർ സമൂഹത്തു കാതരമില്ലണവായി. ആയത്തുടെ പടനായകനപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് ഭയങ്കര ഒരു ശബ്ദം അങ്ങിട്ടു.
ആ ശബ്ദാണ്ടിട്ടേക്കുണ്ടല്ലോ, ഇവനിലെങ്കി വിലങ്ങൾ കുതുങ്ങി കുലുങ്ങി കുതുങ്ങി നീണ്ടാന്നിട്ട് ആ നൃത്തം നിന്ന്, ആ നൃത്തം അങ്ങനെ നിന്ന്. അത് ഇവന്റെ വണ്ടിയും വിടാനും അറിയില്ല, ഡ്രൈവിങ്ങും അറിയില്ല, എല്ലാ ഡ്രൈവിങ്ങും നിന്നിക്കണ്, എല്ലാം ഓഫായിക്കണ്. അവൻ തന്നെ ഓഫായിക്കണ്, മക്കീനെ മാത്രം അവിടെ അങ്ങനെ നിൽക്കണ്. ആ ടൈമിൽ പൂച്ചക്കുട്ടീനെ പിടിച്ചേക്കണായി അവൻ്റെ തലം കണ്ട് പിടിച്ചിട്ട് ഈ വണ്ടിയുമൊക്കെ വെച്ചിട്ട് ആ വണ്ടി അവിടെ ഇട്ടിട്ട്, ലോക്കൽ വണ്ടി, ആ വണ്ടി അവിടെ ഇട്ടിട്ട് ദുൽദുൽ കുതിരമ ആണ് തിരിച്ചിങ്ങോട്ട് പോകുന്നു. മഹാനായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവിടെ കൊണ്ടുവന്ന് പുതിയാപ്പിളിനെ അവിടെ നിർത്തി. അദ്ദേഹം പറഞ്ഞു, നബിയേ ഞാൻ പാവാണ്, ഞാൻ പറ്റിപ്പോയതാണ്, എനിക്ക് തങ്ങളെ പറ്റി നല്ല അറിയാം, ഞാൻ പൈസക്ക് വേണ്ടി ചെയ്തു പോയതാണ്, ഒന്നും വിചാരിക്കരുത്, എന്നെ കൊല്ലരുത് നബിയെ, എന്നെ കൊല്ലരുത് നബിയെ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഞാൻ ഖൈബറിന്റെ മുഴുവൻ കഥയും തങ്ങൾക്ക് പറഞ്ഞു തരാം, ഖൈബറിന്റെ കഥ മുഴുവനും പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഖൈബറിന്റെ കഥ മുഴുവനും പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഖൈബർ യുദ്ധത്തിന്റെ തുടക്കം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തിനാ അത് പറഞ്ഞത്? അതാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ ധൈര്യം കണ്ടില്ല നിങ്ങള്, ശൈലി കണ്ടില്ല നിങ്ങള്. ഖൈബർ യുദ്ധത്തിൽ തന്നെ കാണാം, അങ്കബൂത്ത് ബിൻ സഫ്വാൻ ഖൈബറിലേക്ക് വരുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ ഇങ്ങനെ അയാൾ 8 കാലിന്റെ മാതിരി ഒരു മഖ്ലൂക്കാണ്. ഒരു ഉണ്ടനെ പഠിച്ചിട്ട് ഇനി 4 കാലിട്ട ഒരു മഞ്ച എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു മഖ്ലൂക്കാണ്. അള്ളാനെ കുറ്റം പറയില്ല കേട്ടോ, പഠിച്ചവനെ അങ്ങനെയാണ് അയാളെ അള്ള പഠിച്ചിരിക്കുന്നത്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അയാള് ഈ വലിയ ഇബിലി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഒരാൾ കയറിയിട്ട് ആ ഒട്ടകത്തിന്റെ അടിയിൽ കൂടെ പോയാൽ ആ ഒട്ടകത്തിന്റെ വളമ തട്ടൂല. അങ്ങനത്തെ ഒരു വലിയ ഇനം ഒട്ടകത്തിനാണ് ഇബിലി എന്ന് പറയാം. ഇബിലി എന്നും പറയും, ബാഹിന് സുക്കൂനായിട്ട് ഇബിലി എന്നും പറയും. ഒട്ടകം എന്നുള്ള അർത്ഥത്തിനും പറയാറുണ്ട്, ഒട്ടധികം അങ്ങനെ പ്രയോഗങ്ങളും നടക്കാറുണ്ട്. അതെന്തോ ആവട്ടെ, ഏതായിരുന്നാലും ആ ഒട്ടകത്തിനെങ്ങനെ ഇവനെ വെട്ടാൻ നോക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടണില്ല. അലി റളിയല്ലാഹു ചെറിയൊരു കുള്ളനല്ലേ, ഇത്ര ചെറിയൊരു റുമ്പ്, അവൻ ഇത്ര വലിയ കുറുമ്പ്, എത്ര വലിയവനെയും അവൻ ഒത്തിരി വേദനയാക്കും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ വിടൂല. അങ്ങനെ കുറെ നോക്കിയിട്ട് ഇതിന് ഔട്ടിൽ ഒന്ന് പോയി നിന്നിട്ടും അലി റളിയല്ലാഹുവിന് നിൽക്കാൻ മാത്രം എല്ലാ സൗകര്യമുണ്ട്. ഈ പഹനത്തിന് മുകളിൽ തള്ളിത്താടിക്കാൻ ഒരു വഴിയില്ല. ആ നേരത്ത് ആ ഒട്ടകത്തിന്റെ കാല് രണ്ടും മെല്ലെ 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 പിടിച്ചിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് കാലിന്റെ അടുത്ത് കത്തിച്ച് കാലും പിടിച്ചിട്ട് ഒരേറ്റ പൊന്തിക്കലും ഒരേറ്റ അടിയുമല്ലേ. ഈ ബിലുടെ മാംസും അവനുടലഹമും കലർന്താനേ. അതിന്റെ മുകളിലുള്ള അങ്കബൂത്ത് ബിൻ സഫ്വാനും കാണാനില്ല, ഒട്ടകത്തിനും കാണാനില്ല, രണ്ടും കൂടി കലർന്ന് ഇതാണ് മിസ്സായി നന്നായിട്ട് കലർന്നു പോയി. ഇതാണ് ധീരത, അലി റളിയല്ലാഹുവിന്റെ ധീരത. മുറഹിബ് രാജാവിനോട് ചോദിച്ചില്ലേ, മുറഹിബ് രാജാവ് പറഞ്ഞില്ലേ, അലി നിങ്ങൾ എനിക്ക് പരിചയമുണ്ട്, എൻ്റെ സുഹൃത്ത് അബൂ താലിബിന്റെ മോനാണ് നിങ്ങൾ ചെറിയ കുട്ടിയാണ്, നിങ്ങൾക്ക് ഇന്നെ പറ്റി അറിയില്ല, വെറുതെ എന്നേറ്റ് കളിച്ചാൻ പറ്റില്ല, വെറുതെ ഇറച്ചി പൂയാക്കണ്ട, നിങ്ങള് എൻ്റെ കുഞ്ഞുട്ടിയല്ലേ. ഒന്നിന് അയാൾ കാര്യത്തിൽ പറഞ്ഞാണ്, തമാശ പറഞ്ഞതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ പറഞ്ഞു, വെറുതെ നമ്മളമ്മിൽ സുഹൃത്തുക്കളെ മോനാവുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. അലി റളിയല്ലാഹു ആയിക്കോട്ടെ, സാരില്ല, അത് സാരില്ല, കുട്ടിയായിക്കോട്ടെ, നമ്മൾ നോക്കുക, ചെറിയ നിലക്ക് നോക്കുക. അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ കരീഹിൽ മല്ലറ അകീലുകും ബിസ്സൈഫി കൈലസന്ദറ. അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ, ഞാൻ എൻ്റെ ഉമ്മ ഹൈദർ എന്ന് പേര് വെക്കപ്പെട്ട കുട്ടിയാണ് ഞാൻ. ഹൈദർ എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ്. ആ സിംഹം എന്നാണോ എൻ്റെ ഉമ്മ എനിക്ക് പേര് വെച്ചിട്ടുള്ളത്. കലൈസി ഗാബാത്തിൻ കരീഹിൽ മല്ലറ, അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത വൻ കാടുകളിലുള്ള സിംഹം പോലത്തെ സിംഹമാണ് ഞാൻ. വെറും പറച്ചിലുള്ള സിംഹമല്ല, ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ സിംഹം. സിംഹം ഇങ്ങനെ ഫോട്ടത്തിലൊക്കെ ആരെങ്കിലും പേടിക്കോ?
ഏതെങ്കിലും പൊട്ടനല്ലാതെ ആന വരണടാന്ന് പറഞ്ഞാലോ, അപ്പൊ പറഞ്ഞാലോ അത് ടി വിയിലാണ്. ആ ആനക്കെന്ത് ടി വിയാണ്, അത് ചാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ മനസ്സിലാക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പൊട്ടന്മാരില്ലാതെ കണ്ട് ചിത്രത്തെ പേടിക്കുകയില്ലല്ലോ. ഈ ചിത്രം കണ്ട് പേടിച്ചു. അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ, കാടുകളിലുള്ള സിംഹം പോലാത്ത സിംഹമാണ് ഞാനൊരു സാധാരണ സിംഹമല്ല. ഇതിന് മനുഷ്യകാലത്ത് കണ്ടിട്ട് കാര്യമില്ല. കരീഹിൽ മല്ലറ, ആ കാട്ടിലേക്ക് നോക്കാൻ പോലും ആളുണ്ടാവൂല. മധ്യാഹ്ന വേളയിൽ തന്നെ ആ കാട്ടിലേക്ക് എത്തി നോക്കാറില്ല മാനവജീവികൾ. അത്രയും ആരെയും പേടിപ്പെടുത്തുമാർ അന്ധകാരത്തിൽ മുഴുകിയ ദാപനം. അത്രയും ഗൗരവത്തിലുള്ള കാട്ടിലുള്ള ആരാരെയും മനുഷ്യനെ കണ്ട് പരിചയമില്ലാത്ത സിംഹമാണടോ ഞാൻ. അക്കീലുക്കും നിനക്ക് ഞാൻ അളന്നു തരാനിരിക്കുന്നു. കൈല സന്തറ എന്ന പെണ്ണാണ് അക്കാലത്ത് അളവ് പാത്രത്തിൽ ഏറ്റവും പൂർണ്ണത അറിയപ്പെടുന്ന പെണ്ണ്. ആ പെണ്ണ് അളന്നു കൊടുക്കുന്ന പോലെ ബിസൈഫി, വാളുകൊണ്ട് നിനക്ക് ഞാൻ അളന്നു തരാനിരിക്കുന്നടാ. എന്തുണ്ടായി? മുറഖീർ രാജാവ് കൊല്ലപ്പെട്ട കഥയാണ് പിന്നീട് പറയാനുള്ളത്. ഈ അലി തങ്ങളുടെ മർത്തബയിലാണ്. ആര് അറിയോ? ആര്? കെ എം മൗലവി. സുബ്ഹാനല്ലാഹ്. ഇത്ര ദുനിയാവിൽ ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറഞ്ഞത് ഇതാണ്. ഉദാഹരണം ചോദിച്ചാൽ ഇത് പറഞ്ഞാണ്ടി. കാരണം ഇവിടെ ലഹളകാലത്ത് അദ്ദേഹം എന്താ ചെയ്തത്? ഇവിടുന്ന് കടന്നു കളഞ്ഞ് ഇവിടുന്ന് ഒളിച്ചോടി, പെൺവേഷം കെട്ടിയിട്ട് ഒളിച്ചോടി. ധീരതയിൽ ഐദറാണ് ഈ പോണത്. പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട്, പെണ്ണുങ്ങൾക്ക് അന്ന് ബ്രിട്ടീഷ് പട്ടാളം വെടിവെക്കില്ല, ആണുങ്ങളെ വെടിവെക്കുള്ളൂ, കുട്ടിയാളെയും വെടിവെക്കൂല. ഇപ്പൊ പിന്നെ ഒക്കെ കണക്കാ, ആണും പെണ്ണും കുട്ടിന്ന് കണക്കാ. അങ്ങനെ അപ്പൊ പെണ്ണിന്റെ മാതിരി വേഷം കെട്ടണം. എന്തൊക്കെ വെക്കണം ഒന്ന് പറഞ്ഞാണ് നിങ്ങള്. പഠിച്ചോനെ, ഞാൻ അതിലേക്ക് കടക്കണില്ല. അതിന്റെ ഷറഹ എഴുതിയാൽ വല്ലാത്തൊരു ഇടങ്ങറുള്ള ഷറാണ് ഈ കാരണം, വിശദീകരണമായിരിക്കും. അങ്ങനെയുള്ള രൂപത്തിൽ കടന്നു പോയിട്ട് പിന്നെ കെ എം മൗലവി എന്നുള്ള പേരിൽ അഡ്രസ് മാറ്റി തിരിച്ചു വന്ന ഭയങ്കര ഭീരുവായ മഹാനായ കെ എം മൗലവിയാണ് അലി റളിയല്ലാഹു തൊട്ടു മുമ്പ് പറഞ്ഞ ഒരൊറ്റ ഒച്ചയിൽ ഒരുത്തന്റെ കായം അവൻ വിറച്ച് പേടിച്ചു നിന്ന ഐദർ. വാള് പറഞ്ഞാൽ ലുക്കുമാനിലൊക്കെയും വാള് പറഞ്ഞ മാതിരിണ്ടാവും. ഞാൻ അതിക്ക് കടക്കണില്ല, വെറുതെ ഒരു വർത്താനം എന്നല്ലാണ്. ഈ മൗലിദാണ് ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പ് നമ്മൾ സ്വലാത്തു മുത്തസ്ലിമു ചൊല്ലിയത്. സ്വലാത്തുല്ലാ സലാമുല്ലാ. എന്നാൽ മുത്ത് റസൂലുള്ളാന്റെ ഒരു മൗലിദിന്റെ ഒരു വരി ചെല്ലാൻ എടോ നിനക്ക് ടൈം കിട്ടിയോ? മുത്തുനബി ചൊല്ലിയത് കിട്ടിയോ? സ്വഹാബത്ത് ചൊല്ലിയത് കിട്ടിയോ? നിനക്ക് വേണമെങ്കിൽ പിടിച്ചോ, 100 കണക്കിന് വരികൾ സ്വഹാബത്ത് ചൊല്ലിയത് സമർത്ഥിക്കാൻ എനിക്ക് കഴിയും. എന്റെ വലിയ കഴിവല്ലത്, പഠിച്ചവർക്കെല്ലാവർക്കും കഴിയുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്തുകയല്ലാതെ പുകഴ്ത്താൻ നിന്റെ നാവിനോ നിന്റെ സമൂഹത്തിനോ കഴിഞ്ഞിട്ടില്ല. ആ നബിയോ പറ്റി ചോദിക്കുന്നത് അമ്മൽ മുനാഫിഖു, മുസ്ലിം വേഷം കെട്ടി നടന്ന, മുസ്ലിം പേര് പറഞ്ഞു നടന്ന നിന്നെ പോലുള്ള വഹാബി ആയ മനുഷ്യനുണ്ടല്ലോ, കപടന്മാർ, മുനാഫിഖ്. ആ മുനാഫിഖ് അവനോട് ചോദിക്കുമ്പോ അവൻ പറയും, ജനങ്ങളൊക്കെ പറയണ കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പറയപ്പെടും, ആ 2 മലക്കുകൾ പറയും, ലാ ദറൈത വലാ തലൈത, നീ സ്വന്തം പഠിക്കാൻ നീ നോക്കിയില്ല, അല്ലെങ്കിൽ പഠിച്ചൊരാളിൽ നിന്ന് പഠിക്കാനും നീ നോക്കിയില്ല. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥമെന്ന് ബുഖാരി ഷരീഫിന്റെ വിശദീകരണത്തിൽ ഒരു വിശദീകരണത്തിൽ കാണാവുന്നതാണ്. ഇനിയും അർത്ഥങ്ങളുണ്ട്. ലാ ദറൈത വലാ തലൈത എന്ന് പറയുകയും ആ മനുഷ്യനെ വലിയ ശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഖബറിൽ വെക്കപ്പെട്ടാൽ എന്നാണ് അവിടെ പറഞ്ഞത്. ആദ്യം എന്ന് പറഞ്ഞ വാക്ക് പോലെ തോന്നുന്നു അത്. അള്ളാഹുവിനെ പറ്റി ചോദ്യമുണ്ട് ഖബറിൽ, മറ്റും ചോദ്യങ്ങളുണ്ട്. അത് പല ഹദീസുകളിലുമുണ്ട്, ബുഖാരി ഷരീഫിൽ തന്നെയുണ്ട്. എന്നാൽ മുത്തുനബിയെ പറ്റി ചോദിക്കുന്നത്, മാദാ തഖൂലു ഫി ഹാദർ റജുൽ, ഇവരെ പറ്റി എന്ത് പറയാനുണ്ട്? അപ്പോൾ എന്ത് പറയണം?
ആ നബിയെ പറ്റി മനസ്സിലാക്കി ആ നബി ആരാണെന്ന് മനസ്സിലാക്കണം. വെറും മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പോരാ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് റിസാലത്ത്? ആരാണ്? അവിടുത്തെ വ്യക്തിത്വം എന്താണ്? അവിടുന്നാണ് ഏറ്റവും വലിയ മഹാൻ, അവിടുന്നാണ് ഏറ്റവും വലിയ മനുഷ്യൻ. ആദ്യ മനുഷ്യൻ അവിടുന്നാണ്. ആത്മാക്കളിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അവിടുന്നാണ്. ഞാൻ എൻ്റെ വക പറയുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തഖ്ലീഖിനെ സംബന്ധിച്ച് മാത്രം ഒരു ഹെഡിങ് തന്നെ മുസന്നഫ് അബ്ദുർ റസാഖിൽ കാണാവുന്നതാണ്. ആദ്യത്തെ ഹെഡിങ് നബിയെ പടച്ചത് എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ് ആണ്. ആ ഹദീസിൽ അതിലെ ആ മുസന്നഫ് അബ്ദുർ റസാഖ് 10ഓളം വാള്യമുള്ള 4000 ചില്ലാന ഹദീസുള്ളതായ ആ കിതാബ് ഇമാം ബുഖാരിയുടെ മുമ്പ് കഴിഞ്ഞുപോയ ജനിക്കുകയും കഴിയുകയും ചെയ്ത ആളാണ് മഹാനായ അബ്ദുർ റസാഖ് തങ്ങൾ. അബ്ദുർ റസാഖ് തങ്ങൾ ഇമാം ബുഖാരി 194 ജനിക്കുന്നത്. ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ 124 23 ജനിക്കുന്നത്. അന്ന് എഴുതിയ കിതാബ്, ആ കിതാബിന്റെ 1-ാം വാള്യത്തിന്റെ 18-ാമത്തെ ഹദീസിൽ കാണാം അബ്ദുർ റസാഖ് പറയുന്നു മാമർ തങ്ങളെ തൊട്ട്. വഹാബിക്ക് മാമറിൽ വല്ല സംശയവുമുണ്ടോ? ബുഖാരി ഷരീഫിൽ ഒട്ടനവധി പ്രാവശ്യം വന്നവരാണ്. 1-ാമത്തെ ബാബ് ബദുൽ വഹീന്റെ ബാബിൽ തന്നെ ഖാല മാമറു വയൂനുസു ബവാദിറുഹുമാ എന്ന ഹദീസ് വരി വരെ കാണാവുന്നതാണ്. മാമറിനെ തള്ളിയാൽ നിന്റെ അതിനെ മുമ്പ് തള്ളേണ്ടി വരും. പിന്നെ പറയുന്നത് ഖാല അൻ മാമരിൻ അൻ ഇബ്നിൽ മുൻകദിർ, മുഹമ്മദ് ഇബ്നു മുൻകദിർ തന്നെ തൊട്ട്. മുഹമ്മദിന് മുൻകദിർ ആരാണ്? വഹാബിക്കൊന്നും തൊടാൻ കഴിയില്ല. 30-ലേറെ പ്രാവശ്യം മുസ്ലിമിൽ വന്ന ആളാണ്. സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ടിൽ 30-ലേറെ പ്രാവശ്യം വന്ന ആളാണ്. 30ഓളം പ്രാവശ്യം സഹീഹ് ബുഖാരിയിൽ വന്ന ആളാണ്. അത് നോക്കൂ. അബ്ദുർ റസാഖ് തങ്ങൾ, അവരുടെ ഷെയ്ഖ് മാമർ തങ്ങൾ, അവരുടെ ഷെയ്ഖ് മുഹമ്മദ് മുൻകദിർ തങ്ങൾ, അവരുടെ ഷെയ്ഖ് ജാബിർ റളിയല്ലാഹു അൻഹു. ഇമാം അബ്ദുർ റസാഖ് തങ്ങളുടെ സുലാസിയാത്ത് എന്ന് പറയാം. ആ നിലക്ക് 3 ആളുകൾ മാത്രമാണ് നബിയുടെയും അബ്ദുർ റസാഖ് തങ്ങളുടെ ഇടയിലുള്ളത്. 3 ആളുകൾ. ഒന്നാരാണ്? മാമർ തങ്ങൾ, ഒന്ന് മുഹമ്മദിന് മുൻകദിർ തങ്ങൾ, ഒന്ന് ജാബിർ തങ്ങൾ സ്വഹാബി. ഈ 3 ആളിലൂടെ വന്നതായ ഹദീസ്. ഖാല ജാബിർ തങ്ങൾ പറയുന്നു, സാൽത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അനൗവലി ഖൽഖിൻ ഖലഖഹുല്ലാഹു തആല, അല്ലാഹു ആദ്യമായി പടച്ച സൃഷ്ടി ആരാണ് നബിയെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. ജാബിറേ, നിന്റെ നബിന്റെ ആത്മാവിനെയാണ് ആദ്യമായി അല്ലാഹു തആല പടച്ചത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹായ റിപ്പോർട്ട്. ഒരു ലോഫുമില്ലാത്ത റിപ്പോർട്ട്. ഇതിന്റെ എതിരിൽ എഴുതിയവരുണ്ട്. 1200 ശേഷമല്ലാതെ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ, ഇങ്ങനെ ഒരു നബി തങ്ങൾ ആദ്യത്തെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതന്റെ ഒരു രേഖ കാണിക്കാൻ സാധ്യമല്ല. ഇപ്പോ കുറെ ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. മഹാന്മാരായ സ്വഹാബിമാരെ പറ്റും താബീങ്ങളെ പറ്റും അയിമ്മത്തിനെ പറ്റും പറയുന്നതിന് യാതൊരു തകരാറുമില്ല. അവരെതിരിൽ പറഞ്ഞാൽ അവൻ ഒന്നിനും കൊള്ളാത്തവനായി പോയി. അങ്ങനത്തെ ഒരു സമൂഹമായി മാറിപ്പോയി നമ്മുടെ അവസ്ഥ. ഇതല്ലേ ഇപ്പോഴുള്ളത്. ഇപ്പോ അബ്ദുല്ലാഹിൽ ഹററി എന്ന് പറയുന്ന ലബനാനുകാരനായ ഒരു പണ്ഡിതൻ, അയാളെ സുന്നി എന്നാണ് അറിയപ്പെടുക. അയാളുടെ മഖാലാത്തു സുന്നിയ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മഖാലാത്തു സനിയ. അതിൽ പറയുന്നു, ആദ്യം പടക്കപ്പെട്ടത് നബി തങ്ങളുടെ പ്രകാശം നൂറല്ല. അയാളത് നിഷേധിച്ച മനുഷ്യനാ. അത് കണ്ട് ഈജിപ്തൻ പണ്ഡിതന്മാരിൽ നല്ലൊരു ഭാഗം പറയുന്നു, നബി തങ്ങളുടെ പ്രകാശമല്ല, നബി തങ്ങളുടെ നൂറല്ല. പ്രകാശം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നൂറ് അല്ല. റസൂലുള്ളാഹിന്റെ നൂറിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സ്ഥലമല്ല ഇത്. അത് വേറൊരു ലോകത്തേക്ക് കടന്ന് സംസാരിക്കണം. അതിനെപ്പറ്റി മാത്രം ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് നോക്കാൻ പണ്ഡിതന്മാർ നിർബന്ധിതരാണ്. അത് നോക്കണം, അറിയണം. നബിയെ അറിഞ്ഞില്ലെങ്കിൽ
ലാ ദറൈത വലാ തലൈത, നീ പഠിച്ചില്ല, നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആഖിറം നഷ്ടപ്പെടുന്ന ഖബറിൽ നിന്ന് ആദ്യത്തെ ചോദ്യം നബി തങ്ങളെ സംബന്ധിച്ചാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ ഹദീസിന്റെ പോക്കുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെയാണ് ആദം നബിയുടെ മുമ്പ് പടച്ചത് എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ട് അതിനെ പാടെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഹദീസ് ലഈഫാണെന്ന്. ലഈഫായ കോലം കണ്ടില്ല നിങ്ങൾ? മഅമർ, മുഹമ്മദ് ഇബ്നു മുൻകദിർ, ജാബിർ. 18ാമത്തെ ഹദീസ് മുസന്നഫ് അബ്ദുർ റസാഖ് എടുത്ത് നോക്ക്. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നോക്ക്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ നിലക്ക് സ്വഹീഹായ ഹദീസ് ഉണ്ടായിട്ട് ഇതിന്റെ മേലെ മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയിട്ട്, ഇജ്മാ എന്ത് ഇജ്മാ? ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും അഫ്ളലാണെന്ന് ഇജ്മാ ആണ്, അതിൽ തർക്കമില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്നതും ഇജ്മാ ആണ്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നതും ഇജ്മാ ആണ്. പിന്നെ അലി റളിയല്ലാഹു അൻഹു ആണെന്നതും ഇജ്മാ ആണ്. ഈ ഇജ്മാ ആണെന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം സക്കരിയ അൻസാരി അവിടുത്തെ ഷർഹ് അൽഫിയത്തുൽ ഇറാഖിയിൽ പറഞ്ഞത് കാണാം, മറ്റു പല സ്ഥലത്തും കാണാം, ഷർഹുൽ അഖായിദിൽ കാണാം. അതിൻ്റെ എതിരിൽ എല്ലാം സമമാകുന്നു എന്ന റിവായത്ത് തബ്ദീൽ എന്ന് പറയുന്ന ഒരു കിതാബ് വന്നിട്ടുണ്ട്. അത് പൂത്തിവെക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ പല കിതാബുകളും കിതാബ് എന്ന പേരിൽ അടിക്കപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം തകർക്കുന്നതായ ആശയമുള്ള പുസ്തകങ്ങൾ ഇത്രയോ നാടുകളിൽ അടിച്ചിറക്കപ്പെടുന്നു. അതിന് യാതൊരു വേദനയും നമുക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മൾ വേദനിക്കേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ പിന്നെ നമ്മൾ എന്തിനു സംസാരിക്കണം? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ നാം എന്തിനു സംസാരിക്കണം? നാം മനസ്സിലാക്കണം, നമ്മളെ സഹാബത്തിനെ സ്വീകരിക്കുന്നത്, നബി തങ്ങളെ സ്വീകരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ പേരും പെരുമയും കിട്ടാൻ വേണ്ടിയല്ല, ഇവിടുത്തെ പൊങ്ങച്ചത്തിനും വളർമ്മക്കും വേണ്ടിയല്ല. ഞാനൊരു പുസ്തകം വാങ്ങി, ഞാൻ നിർത്തുകയാണ്, ഞാനൊരു പുസ്തകം വാങ്ങി മദീനയിൽ നിന്ന്. എൻ്റെ തങ്ങന്മാരെ പറ്റി കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ 2 വാള്യമുള്ള 200 റിയാലിൻ്റെ അപ്പുറം അതിന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. 2 വാള്യമുള്ള സയ്യിദന്മാരുടെ നെസബ പറയുന്ന ഒരു കിതാബ്. അൽഹംദുലില്ലാ, ഞാൻ ഉടനെ വാങ്ങി. അത് വാങ്ങി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ പച്ച ഷിയാക്കളെ കിതാബാണ്. ഷിയായിസം മാത്രമാണ് അതിൽ പറയുന്നത്. അപ്പൊ തങ്ങന്മാരാണ്, ഷിയാക്കളാണ്. തങ്ങന്മാരല്ല എന്നല്ല, ഷിയാക്കളായ തങ്ങന്മാര്. അങ്ങനെ ഷിയാനോട് അനുകൂലമുള്ള തങ്ങന്മാര്, അനുകൂലമില്ല പ്രതികൂലമില്ല, ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ സംസാരിക്കുന്ന തങ്ങന്മാര്. ഇങ്ങനെ ആലുന്നബി ദരിയാത്തി വഹുമു ഇലൈഹി വസീലത്തി അർജൂബിഹിം മുഅ്താഖദം ബിയദിൽ യമീനി സഹീഫത്തി. നബി തങ്ങളുടെ കുടുംബമാണ് എൻ്റെ രക്ഷ എന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷിയാക്കളെ കൂട്ടുപിടിക്കുക. അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. റസൂലുള്ളാഹിന്റെ കുടുംബം നമ്മുടെ രക്ഷയാണ്, റസൂലുള്ളാഹിന്റെ കുടുംബം നമ്മുടെ രക്ഷയാണ്, റസൂലുള്ളാഹിന്റെ കുടുംബം നമ്മുടെ രക്ഷയാണ്. 100% സത്യമായ ആശയമാണത്. പക്ഷേ ആ കുടുംബത്തിൽ ബിദഅത്ത് വളർന്നാൽ ആ ബിദഅത്തിനെ അതിനെ തച്ചുകെടുത്തുക എന്നുള്ളത് ആത്മീയമായ നഷ്ടങ്ങൾ വരുന്ന വേദിയിൽ ഏതൊരാളായിരുന്നാലും അവരെ ത്യജിക്കൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വിശ്വാസം അതാണ് സഹോദര ഏറ്റവും വലിയത്. വിശ്വാസം അമലല്ല ഏറ്റവും വലിയത്. അമല് നന്നാവണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ വിശ്വാസത്തിന് തകരാറില്ലാതിരിക്കണം. മഹാനായ ഗസാലി ഇമാം പറഞ്ഞു, നീ 40 സന 40 വർഷം സുജൂദിൽ കിടന്നാലും അഖീദതുക നിന്റെ വിശ്വാസത്തിൽ തകരാറുണ്ടെങ്കിൽ ലകാനത് ഇബാദാതുക ഹബാഅൻ മൻസൂറാ, നിന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും അത് വിതരപ്പെട്ട ധൂളികളായി മാറിപ്പോകും. നാടിന്റെ പേരോ ഏതെങ്കിലും പേരും പെരുമക്കും വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാകട്ടെ. ഈ പരിപാടി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അത്യാവശ്യം പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, അന്നലക്ക് കുറച്ച് പറഞ്ഞു പോയതാണ്. ആഫിയത്ത് ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല, ഉസ്താദുമാരെ ബർക്കത്തോണ്ട് പറയാൻ കഴിഞ്ഞതാണ്. അത് അല്ലാഹു തആല പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിനെ അല്ലാഹു തആല ശുദ്ധിയാക്കി തരട്ടെ. ഈ മജ്ലിസ് അല്ലാഹുവിൻ്റെ റസൂല് കാണുന്ന മജ്ലിസായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ സ്ഥലത്തിന് വേണ്ടിയും
സെന്ററിന് വേണ്ടിയും അതുപോലെ അതിൻ്റെ കീഴിലുള്ള മദ്രസകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയും തുടക്കം മുതലേ പ്രവർത്തിച്ച പലരും മരിച്ചുപോയവരുണ്ട്. അവരുടെ ഖബറിലേക്ക് അല്ലാ അതിൻ്റെ കൂലിനി എത്തിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഖബറിലാണ്. ഇത്രയും സദസ്സുകളുടെ നഫഹാത്തുകൾ ഞങ്ങളെ ഖബറിലേക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബദറുസ്സാദാത്ത് ഖലീൽ തങ്ങൾ, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ്, അതിലപ്പുറം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്, അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ നേതൃത്വത്തിൻ്റെ കീഴിലായിട്ട് സുന്നത്യമായത്തിന് പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.